എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടെക് ഡ്രോപ്പ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഷന്റെ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി PH സെക്ഷൻ കടയ്ക്കലിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കുന്ന എഞ്ചിനീയർ നന്ദുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ട് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്കായ അബാക്കസ് ടെക്നിക്കൽ ഓറിയന്റേഷൻ ഓൺ ബില്ലിംഗ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് PH സെക്ഷൻ മടത്തറയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ ശ്രീ സ്റ്റീഫൻ അലക്സാണ്ടർ സാറാണ്. സാറ് വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനു മുന്നേ IT സെക്ടറിൽ അക്സെഞ്ചറിൽ ഒരു 4 to 5 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾ രണ്ടും ഒരേ സബ് ഡിവിഷനിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നേരിട്ടറിയാം. പുള്ളി ഭയങ്കര പ്രൊആക്റ്റീവായിട്ട് ഇങ്ങനെ നമ്മുടെ ടെക്നോളജിക്കലി വരുന്ന ഇപ്പം AI അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതിൽ ഒരുപാട് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മാത്രമല്ല പുള്ളിക്ക് നമ്മുടെ ഈ അബാക്കസ് ഈവൻ ദോ നമ്മുടെ ഒരു റവന്യൂ കളക്ഷന് ഒരു മേജർ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും പലർക്കും ഈ അബാക്കസും ബില്ലിങ്ങും അതിലേക്ക് വളരെ ആധികാരികമായിട്ട് നമുക്ക് ടെക്നിക്കൽ സൈഡ് അറിയുന്നുണ്ടാവില്ല പലർക്കും. നമ്മൾ റവന്യൂ ഈവൻ ദോ നമ്മുടെ ഒരു ആസ്പെക്റ്റിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഒരു അറിവ് പരിമിതമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ അറിവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് ഈ അബാക്കസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ടൂളിനകത്തുനിന്ന് അതിൽ കിട്ടുന്ന പല ഡേറ്റകൾ ഉപയോഗിച്ച് ഈവൻ ഫീൽഡിൽ നടക്കുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈ ഒരു ക്ലാസ് ഒരു ഫൗണ്ടേഷൻ ലെവൽ പോലെയാവും. അത് കഴിഞ്ഞിട്ട് ഇതേ തന്നെ കുറേ കാര്യങ്ങൾ ശരിക്കും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശരിക്കും നമ്മുടെ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ അബാക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിലേക്ക് വരുന്നത് എപ്പോഴും സ്റ്റക്കാവുന്ന അങ്ങനെ ഒരു ഇതല്ലാതെ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് റവന്യൂ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബില്ലിങ്ങിൻ്റെ ആ ഒരു സൈക്കിൾ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ സ്റ്റീഫൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു നന്ദു. താങ്ക് യു FQL ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന FQL എല്ലാ മെമ്പേഴ്സിനോടും പ്രത്യേകിച്ച് നിഖിലിനോടും നന്ദി പറയുന്നു. ആദ്യമായിട്ട് നമുക്ക് അബാക്കസിന്റെ ഒരു സെഷനും എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സോ അബാക്കസ് എന്താണ്? അബാക്കസിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഡേറ്റാസ് എടുക്കാൻ പറ്റുന്നത്? അബാക്കസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കുറെ കൂടി റവന്യൂ ഇംപ്രൂവ് ചെയ്യാം, നമുക്ക് നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ബിൽ അസസ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്, ലെഡ്ജറിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ആളുടെ മുഖം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. കാണുന്നുണ്ടോ? കാണാം. ആളിനെ പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒന്ന് കാണാൻ വേണ്ടി, ആളിനെ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് അബാക്കസിൽ നിന്ന് കിട്ടുന്നത്, ആ ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അബാക്കസിലോട്ട് പോകുമ്പം ബില്ല് അസസ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഈ ബില്ല് അസസ്മെന്റിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പോണം. ഈ അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് എല്ലാവരും വന്ന് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ മീറ്റർ റീഡേഴ്സിന്റെയും HR മീറ്റർ റീഡേഴ്സിന്റെയും ഏറ്റവും പുതിയ ഓർഡർ അനുസരിച്ചുള്ള അവരുടെ പേയ്മെന്റ് എങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം. പിന്നെ ലീക്കേജ് ബെനിഫിറ്റ്സിൽ നമുക്ക് റീസെന്റ് നമുക്ക് ലീക്കേജ് ബെനിഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് 2024 റിവൈസ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ്. അതുപോലെ തന്നെ OTS അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ കൂടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് റവന്യൂ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ നമുക്ക് റവന്യൂ മോണിറ്ററിങ് കുറച്ചുകൂടി ഊർജിതമാക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിലവിൽ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ബില്ലിംഗ് അസസ്മെന്റ്, അതായത് എങ്ങനെയാണ് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ റവന്യൂവിൽ അബാക്കസിൽ ബില്ലിംഗ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ സെക്ഷന്റെ അകത്ത് ഇപ്പം 10,000 15,000 അല്ലെങ്കിൽ 20,000 കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ലൈവ് കണക്ഷൻസും ഓരോ ഏരിയ കോഡിന്
അണ്ടറിൽ ഓരോ റൂട്ടിലായിട്ടായിരിക്കും നമുക്ക് അസൈൻ ചെയ്തേക്കുന്നത്. അന്നേരം നമുക്ക് ഈ റൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു പഞ്ചായത്തിന്റെ അകത്ത് ഒരു വാർഡ് പോലെ ഒരു ഏരിയ കോഡിന്റെ അകത്ത് ഒരു മീറ്റർ റീഡറിന്റെ അടിയിൽ ഒരു റൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കൺസ്യൂമേഴ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ റൂട്ട് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ ബൈ മന്ത്ലി എല്ലാ റൂട്ടുകളും ബില്ല് ജനറേറ്റ് ചെയ്യുകയും ഈ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റൂട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കൺസ്യൂമേഴ്സിന്റെയും ബില്ലും ജനറേറ്റ് ആവും, റീഡിംഗ് ഷീറ്റും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരും. ഈ ബില്ലും റീഡിംഗ് ഷീറ്റുമായിട്ട് കൺസേൺഡ് മീറ്റർ റീഡർ ഓരോ റൂട്ടിലോട്ട് മൂവ് ചെയ്യും. ഈ റൂട്ടിലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സൈറ്റിൽ ചെന്നിട്ട് ഓരോ മീറ്റർ റീഡിംഗ് എടുത്ത് റീഡിംഗ് ഷീറ്റിലും മാർക്ക് ചെയ്യും, അതുപോലെ തന്നെ ബില്ലിലും മാർക്ക് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബില്ല് കൺസ്യൂമറിനെ ഇഷ്യൂ ചെയ്യും. അന്നേരം ഇവിടെ റീഡിങ്ങിന്റെ ഇഷ്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് PIC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാല്യൂ ഉണ്ട്. ഈ PIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ററിം കൺസംഷന്റെ ഡേറ്റ, ഒരു മാസം നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഇതിന്റെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മന്ത്ലി നമ്മൾ ഈ മീറ്റർ റീഡർ കൊണ്ടുവരുന്ന ഡേറ്റയെ ഒരു PIC വാല്യൂ, മന്ത്ലി കൺസംഷൻ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ നിലവിലുള്ള താരിഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അത് നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നോൺ ഡൊമസ്റ്റിക് ആണെങ്കിൽ നോൺ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ, സ്പെഷ്യൽ കണക്ഷൻ, ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറി കണ്ടുപിടിച്ച് ആ PIC വാല്യൂ താരിഫിന്റെ തൊട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ വാട്ടർ ചാർജ് കിട്ടുന്നത്. ഈ വാട്ടർ ചാർജ് ആണ് നമ്മുടെ ടോട്ടൽ ബില്ലിന്റെ അകത്തോട്ട് വരുന്നത്. ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പം എല്ലാ റൂട്ടുകളും ബൈ മന്ത്ലി ബില്ല് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബില്ല് ചെയ്യാത്ത റൂട്ടുകളുണ്ടോ, ഇതൊന്നും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിലവിലുള്ള ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്നേരം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ സെഷന്റെ രണ്ടാം ഭാഗത്തിലോട്ട് നമുക്കത് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, വൺസ് നമ്മൾ ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിന്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു ബിൽ ഡേറ്റ് വരും. ഈ ബിൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് തൊട്ട് 15th ഡേ കഴിയുമ്പോഴത്തേക്ക് ആ ബില്ല് കൺസ്യൂമർ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കൺസേൺഡ് കൺസ്യൂമറിന് ഫൈൻ വരും. അന്നേരം നമ്മൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി നമ്മൾ വൺസ് ബില്ല് ജനറേറ്റ് ഇപ്പം രണ്ട് തരത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പം പാം ഹെൽഡ് ഡിവൈസിന്റെ വേറൊരു ഫോർമാറ്റ് ആണ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഓൾഡ് സിസ്റ്റത്തിനെ കുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഓൾമോസ്റ്റ് ഈ ക്ലാസ്സുകൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് ഈ ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സിനകം വെച്ചിട്ട് നമ്മൾ ഈ റീഡിങ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു 2 ദിവസത്തിനകം ഈ റീഡിങ്ങുകൾ വരുന്നതെല്ലാം റീഡിംഗ് ഷീറ്റിൽ നോക്കി കമ്പ്യൂട്ടറിൽ അബാക്കസിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ ഒരു 10 ഡേയ്സിനകം കൺസ്യൂമർ ബില്ല് പേ ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഫുൾ അബാക്കസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അന്നേരം വൺസ് ഈ 15th ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഫൈൻ ചാർജ് ആവുകയും ഈ കൺസേൺഡ് ഫൈൻ കൺസ്യൂമർ അടയ്ക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യും. അന്നേരം ഒരു എയ്ഡ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 5 ഡേയ്സിനകം എല്ലാ റൂട്ടിലുള്ള റീഡിങ്ങുകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഒന്ന് കൺഫേം ചെയ്യണം. അന്നേരം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എല്ലാ എയ്മാരും അവരവരുടെ സെക്ഷൻ്റെ അകത്ത് ഫോളോ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. കാരണം വൺസ് നമ്മളൊരു നിശ്ചിത സമയം 15 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ റീഡിങ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത് താമസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ റീഡിങ്ങിന്റെ അകത്ത് ഫൈൻ അല്ലാതെ ബില്ലിന്റെ അകത്ത് ഫൈൻ അടയ്ക്കാൻ കൺസ്യൂമർ നിർബന്ധിതനാവും. ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് രണ്ടാമത് ഇതിന്റെ അകത്ത് വരുന്ന ഒരു കേസാണ് ബില്ലിംഗ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് ഓരോ വാട്ടർ ചാർജും കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു കൺസ്യൂമറിന്റെ റീഡിങ് നമുക്ക് കാണാൻ സാധിച്ചില്ല, നോട്ട് ക്ലിയറോ ഡോർ ലോക്കോ അല്ലെങ്കിൽ ഫോൾട്ടി മീറ്ററോ അടിച്ചു കഴിഞ്ഞാൽ ഈ റീഡിങ്ങിന്റെ ഒപ്പം തന്നെ വാട്ടർ ചാർജിന്റെ ഒപ്പം തന്നെ ഒരു ബിൽ അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരും. ഇത് പലർക്കും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് ബിൽ അഡ്ജസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തൊരു സെഷന്റെ അകത്തോട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1559N എന്ന് പറഞ്ഞ ഒരു കൺസ്യൂമറിനെ ഞാൻ സെലക്ട് ചെയ്യുവാണ്. CTR 1559N. ഇതിന്റെ ലെഡ്ജർ, ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ഈ റെസിഡൻഷ്യൽ സ്കൂളിന്റെ അകത്ത് നമുക്ക് മീറ്ററിന്റെ അവിടെ ചില സമയം ഈർപ്പം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ റീഡിങ് കറസ്പോണ്ടിങ് ആയിട്ട് കാണാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അന്നേരം ഇതിന്റെ DCB നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ DCB ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം സെലക്ട് ചെയ്തേക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ തൊട്ട് 2024 ഫെബ്രുവരി വരെയുള്ള ഈ ഒരു കാലയളവാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്. അന്നേരം 2023 സെപ്റ്റംബർ തൊട്ട് 2024 ഫെബ്രുവരി വരെ നമുക്ക് എങ്ങനെയാണ് ഈ റീഡിങ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ 2024 ഫെബ്രുവരിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട്
61,392 രൂപ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഈ ഒരു പാരാമീറ്റർ വരുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ടാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡിങ്ങിന്റെ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഒരു ഒരു സെയിം റീഡിങ്ങോ അല്ലെങ്കിൽ നോട്ട് ആക്സസോ ഡോർ ലോക്കോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മീറ്റർ റീഡിങ്ങിന്റെ കൺസ്യൂമറിന്റെ മീറ്റർ റീഡിംഗ് ചെക്ക് ചെയ്തു. ഈ മീറ്റർ റീഡിംഗ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 2023 സെപ്റ്റംബർ മാസത്തിൽ ഒരു റീഡിംഗ് ഉണ്ടായിരുന്നു. 2023 നവംബർ മാസത്തിൽ നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അന്നേരം 2 മാസം കഴിഞ്ഞപ്പം ആ റീഡിംഗ് നമുക്ക് കിട്ടിയില്ല. തൊട്ടടുത്ത മാസം ജനുവരിയിൽ വീണ്ടും ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ റീഡിംഗ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടി. അന്നേരം ഈ സമയത്ത് നമുക്ക് ബില്ല് ഇഷ്യൂ ചെയ്യണം. അന്നേരം ഇവിടെ ബില്ല് ഇഷ്യൂ ചെയ്യുമ്പം DCBയിൽ എങ്ങനെയാണ് ഈ റീഡിംഗ് പോയേക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. DCBയിൽ പോയേക്കുന്നത് 2023 നവംബറിലാണ്. പിന്നീട് ഈ സെപ്റ്റംബറിൽ ഈ റീഡിംഗ് എടുത്തു. ആ റീഡിംഗ് ഒക്ടോബറിലായപ്പോഴത്തേക്ക് ആ എമൗണ്ട് അടച്ചു തീർത്തു. വീണ്ടും ലെഡ്ജർ 0 ആയി. 2023 നവംബറിൽ വീണ്ടും ആ റീഡിംഗ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് റീഡിംഗ് ഇല്ലാതെ വന്നപ്പോൾ സെയിം റീഡിംഗിൽ തന്നെ നമുക്കൊരു ബില്ല് അവിടെ ജനറേറ്റ് ആയി. പ്രീവിയസ് കൺസംഷൻ എന്താണോ ആ കൺസംഷൻ കണക്ക് കൂട്ടി തന്നെ നമുക്ക് അവിടെ റീഡിംഗ് ജനറേറ്റ് ആയി. തൊട്ടടുത്ത മാസം നമ്മൾ ആ ബില്ലുമായിട്ട് പോകുന്നു, ആ ബില്ല് ജനറേറ്റ് ചെയ്ത് ഈ ബില്ലുമായിട്ട് പോകുന്നു. അന്നേരം ജനുവരി മാസമാണ് നമുക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റീഡിംഗ് കിട്ടിയേക്കുന്നത്. അത് ഫെബ്രുവരി മാസത്തിലെ റീഡിംഗിന്റെ ഒപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, നമുക്ക് നവംബർ മാസത്തിൽ നമുക്ക് നോട്ട് റീഡിംഗ് ആണ്, നോട്ട് ക്ലിയർ ആയതുകൊണ്ട് ഇവിടെ ഒരു റീഡിംഗ് ഇല്ല. അന്നേരം പ്രീവിയസ് കൺസംഷൻ അനുസരിച്ച് ഇവിടുത്തെ ആ റീഡിംഗ് നവംബർ മാസത്തിലെ ബില്ലിന്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. ജനുവരി മാസം ഈ റീഡിംഗ് ബില്ല് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് സെയിം റീഡിംഗ് സെയിം കൺസംഷൻ ഡേറ്റ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ജനുവരി മാസത്തെ റീഡിംഗ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ റീഡിംഗ് എത്രയാണെന്നുള്ളത് കിട്ടി. അന്നേരം ഇവിടെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബില്ലിന്റെ മന്ത്ലി കൺസംഷൻ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് ഇത് വെച്ചിട്ടായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ മന്ത്ലി കൺസംഷൻ ആക്ച്വലി വരേണ്ടിയിരുന്നത് 79,836 രൂപയാണ്. അന്നേരം ഈ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണമായിരുന്നു ഈ കഴിഞ്ഞ 2 മാസത്തെ ബില്ല് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ വരുമ്പം DCBയിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എമൗണ്ടിന്റെയും ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഈ നമ്പർ ഓഫ് മന്ത്സ് എത്ര മാസത്തെ ഗ്യാപ്പിൽ കൊണ്ടാണ് ഈ റീഡിംഗ് വന്നേക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ മാസം എടുക്കും, ഈ ഡിഫറൻസ് എടുക്കും, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ടിൽ എഴുതും. ഇത് ഇനി എവിടെയാണ് നമുക്ക് DCBയിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻസിന്റെ അകത്ത് റിമാർക്ക് എന്ന് പറഞ്ഞ കോളം വരും. റിമാർക്കിന്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ട് ജനുവരി മാസത്തെ ബില്ലിന്റെ ഒപ്പം തന്നെ ഈ റിമാർക്ക് വാല്യൂ എഴുതിയിട്ടുണ്ടാവും. കറസ്പോണ്ടിങ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനും കാണാം. ഈ എക്സ്പ്ലനേഷന്റെ മീനിങ് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള വാട്ടർ ചാർജ് നമ്മൾ കളക്ട് ചെയ്തത് ഇത്രയാണ്, പക്ഷെ മന്ത്ലി വാട്ടർ ചാർജ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത്രയാണ്. ഇതിന്റെ ഡിഫറൻസ് എടുക്കും, ആ വാല്യൂ കറസ്പോണ്ടിങ് ടൈം പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് ആയിട്ട് നമ്മുടെ ബില്ലിൽ വരും. ഈ എമൗണ്ട് ആണ് പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് ആയിട്ട് വരികയും ഇത് നമ്മുടെ കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റിമാർക്സിന്റെ അകത്ത് ഈ കാൽക്കുലേഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അടുത്തത് ഇനി നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ മീറ്റർ റീഡേഴ്സിന്റെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. നിലവിൽ കുടുംബശ്രീ മീറ്റർ റീഡേഴ്സിനെല്ലാം നമ്മൾ ആദ്യം പഴയ നിയമം അനുസരിച്ച് നമുക്ക് ഡോർ ലോക്കിനോ നോ റീഡിങ്ങിനോ അല്ലെങ്കിൽ ഫോൾട്ടി മീറ്ററിനോ നോട്ട് ക്ലിയറിനോ ഒന്നും നമ്മൾ പേയ്മെന്റ് കൊടുത്തിരുന്നില്ല. എന്നാൽ 2023 ഓർഡർ അനുസരിച്ച് ഈ പറയുന്ന പ്രോസസ്സിന് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പ്രകാരം സെയിം റീഡിങ്ങിനും നോട്ട് ക്ലിയറിനും ഫോൾട്ടി മീറ്ററും ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 റീഡിങ്ങിന് നമ്മൾ ടോട്ടൽ കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണോ ആ പൈസയുടെ 50% എമൗണ്ട് ഈ പറയുന്ന ഇത്രയും കണക്ഷൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് 100 കണക്ഷൻ നമുക്ക് ഇങ്ങനെ സെയിം റീഡിങ്ങും നോട്ട് ക്ലിയറും ഫോൾട്ടി മീറ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെന്റ് പോവും. സെക്കൻഡ് ടൈം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെക്കൻഡ് ടൈം ആയിട്ട് സെയിം റീഡിംഗ് വരുന്നവർക്കെല്ലാം ഈ 15 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7.5 രൂപ കണക്ക് കൂട്ടി വേണം ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റർ റീഡേഴ്സിന്റെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് ഒരു കൺസ്യൂമറിന് സെയിം റീഡിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ 7.5 രൂപയുടെയും പകുതി 50% വേണം എടുക്കാൻ. അതായത് 3 രൂപ 75 പൈസ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പൈസ വേണം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇങ്ങനെ വരുന്ന കണക്ഷന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി എബവ് 3%, 3 പ്രാവശ്യത്തിൽ കൂടുതൽ സെയിം റീഡിങ്ങോ
നോട്ട് ക്ലിയർ ഓഫ് ഓൾട്ടിമീറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ആ മാസങ്ങളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇവിടെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ 2 പ്രാവശ്യം 50%, മൂന്നാമത്തെ തവണ ഇതിന്റെ 25%, പിന്നെ മൂന്നാമത്തെ തവണയിൽ കൂടുതൽ തവണ ഇവർക്ക് സെയിം റീഡിങ്ങോ ഡോർ ലോക്കോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും പിന്നീട് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. അതാണ് 26/8/2003 ഓർഡർ അനുസരിച്ച് നമുക്കിപ്പം അറ്റ് പ്രസന്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുടുംബശ്രീ മീറ്റർ റീഡേഴ്സിന്റെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ഓർഡർ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ലീക്കേജ് ബെനിഫിറ്റ് ആണ്. ലീക്കേജ് ബെനിഫിറ്റ് 2015-2015 മുൻപ് ലീക്കേജ് ബെനിഫിറ്റിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ ഓർഡറിനെ നമ്മൾ റിവൈസ് ചെയ്ത് 2024 ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. പണ്ട് നമുക്ക് ലീക്കേജ് ബെനിഫിറ്റിന് ഒരു 50 യൂണിറ്റ്, അതായത് ഇപ്പം ഒരു വർഷ കാലയളവ്, പലപ്പോഴും ഈ ലീക്കേജ് ബെനിഫിറ്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു വീട് അടഞ്ഞുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് ആ കൺസേൺഡ് ഓണർ നമുക്കിപ്പോ സ്ഥലത്തില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഓണർ സ്ഥലത്ത് വന്നത്, ആ കാലയളവിൽ എപ്പോഴും ഒരു മീറ്റർ പൊട്ടി, അല്ലെങ്കിൽ മീറ്ററിന് ശേഷം ലൈൻ ലീക്കായി വലിയൊരു എമൗണ്ട്, ഒരു 500 യൂണിറ്റ് ചെലവായി, അല്ലെങ്കിൽ 500 യൂണിറ്റ് ഇവർക്ക് റീഡിംഗ് ആയിരിക്കട്ടെ, 50 യൂണിറ്റ് ആയിരുന്നു, ഇപ്പൊ നിലവിൽ 550 യൂണിറ്റ് ആയി. അങ്ങനെ വരുമ്പം നമ്മൾ ഇപ്പൊ ഈ പറയുന്ന റീഡിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ ഒരു ഇവരുടെ മന്ത്ലി കൺസംഷൻ നമുക്ക് നോക്കുമ്പം ചിലപ്പം 60 KL അല്ലെങ്കിൽ 60 KL ആണെന്നിരിക്കട്ടെ. ഈ 60 KLന്റെ അകത്ത് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 50 KL വരെയുള്ള ഫിക്സഡ് ചാർജ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മാസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അത് കളക്ട് ചെയ്യും. അതിനുശേഷം വന്നിരിക്കുന്ന ഓരോ KLനും പ്രതിമാസം പെർ KLന് പെർ മന്ത് 20 rupees കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന വാട്ടർ ചാർജ് പഴയ ഓർഡർ പ്രകാരം കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. നിലവിലുള്ള പുതിയ ഓർഡർ അനുസരിച്ച് ഇപ്പം ഇങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കേസ് അനുസരിച്ച് 50 യൂണിറ്റിന്റെ സെയിം ചാർജും 60 KL 50-ന് മുകളിൽ വന്നേക്കുന്ന ഓരോ യൂണിറ്റിനും നേരത്തെ ഉള്ള നിരക്ക് എത്രയാണോ ആ നിരക്കിന്റെ നമ്മുടെ നോർമൽ വാട്ടർ ചാർജ് എത്രയാണോ വരുന്നത് ആ വാട്ടർ ചാർജിന്റെ 50% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ 50% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആലോചിക്കുക, ഇപ്പം ഒരു 6 മാസം, ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഈ ഓണർ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും 6 മാസത്തേക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. 6 മാസത്തിന് ശേഷം നമ്മൾ ഈ PIC കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 6 monthsന്റെ ലീക്കേജ് ബെനിഫിറ്റ് ഫുൾ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഐ മീൻ ഫുൾ എമൗണ്ട് ഈ കൺസേൺഡ് ഓണറിനെ കൊണ്ട് അടപ്പിക്കണം. അതായത് 6 monthsലേക്ക് മാത്രമേ ഈ ലീക്കേജ് ബെനിഫിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലീക്കേജ് ബെനിഫിറ്റ് മാറ്റി നിർത്തി എത്ര എമൗണ്ട് ആണോ PICയിൽ കാണിച്ചേക്കുന്നത് ആ PIC കണക്കൂട്ടിയിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മൾ ഫുള്ള് കളക്ട് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീക്കേജ് ബെനിഫിറ്റ് നേരത്തെ നമുക്കൊരു ടൈം ലൈൻ ഇല്ലായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും ലീക്കേജ് ബെനിഫിറ്റ് നമുക്ക് ഒരു ബാക്ക് ഡേറ്റിൽ നമുക്ക് കളക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഓർഡർ അനുസരിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ, അതായത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു വലിയ ഒരു യൂണിറ്റ് കൺസംഷൻ നടന്നിട്ടുണ്ട്. ഏകദേശം ആ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് മിനിമം അല്ല മാക്സിമം ഒരു വർഷത്തിനകം വെച്ച് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ ലീക്കേജ് ബെനിഫിറ്റിന് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഒരുപാട് ബാക്ക് ഡേറ്റിലുള്ള ഒരു ഡേറ്റിൽ നമുക്ക് ലീക്കേജ് ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കത്തില്ല. നേരത്തെ ഉള്ള ഓർഡർ പ്രകാരം നമുക്ക് വൺസ് ഒരു കൺസ്യൂമറിന് ഒറ്റ തവണ മാത്രമേ ലീക്കേജ് ബെനിഫിറ്റ് കിട്ടാൻ അർഹത ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഓർഡർ അനുസരിച്ച് 10 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യമേ ഈ ക്ലെയിം വരാൻ പാടുള്ളൂ. ലീക്കേജ് ബെനിഫിറ്റിന്റെ 24 പരിഷ്കരിച്ച ഓർഡർ അനുസരിച്ച് 10 വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഈ ലീക്കേജ് ബെനിഫിറ്റ് ഒരു കൺസ്യൂമറിന് കിട്ടാനുള്ള അർഹതയുള്ളൂ. ഇനി ഇതിന്റെ അകത്ത് ഓരോ എമൗണ്ട് വേവ് ചെയ്ത് കൊടുക്കുന്നതിന്റെ അകത്ത് ഓരോ ലിമിറ്റ് ഉണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മാർക്കും RO വരെയുള്ള ഓഫീസുകളിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന്റെ അകത്ത് അപ്രൂവൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. SC മാർക്കും എയോയുടെ ഓഫീസ് വരെയും നമുക്ക് 5 ലക്ഷം രൂപയുടെ വരെ നമുക്ക് ഈ എമൗണ്ട് ഇങ്ങനെ വരുന്നേക്കുന്ന വാട്ടർ ചാർജ് വേവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇങ്ങനെ വന്നേക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അകത്ത് നമുക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു തവണകളാക്കി കൊടുക്കുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ ഇൻ ദ സെൻസ് മാർക്ക് പരമാവധി 2 ഇൻസ്റ്റാൾമെന്റ് ആക്കി വാട്ടർ ചാർജ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. AXCയുടെ ഓഫീസിൽ വരുവാണെങ്കിൽ അത് 3 തവണയാവും. യുടെ ഓഫീസിൽ ഇത് 5 തവണയാവും. SCയുടെ ഓഫീസിൽ 8, സിയുടെ ഓഫീസിൽ 10, എയുടെ ഓഫീസിൽ അക്കൗണ്ട്സ് മെമ്പറിന്റെ ഓഫീസിലാണെങ്കിൽ 20 പ്രാവശ്യം, മാനേജിംഗ് ഡയറക്ടറിന്റെ ഓഫീസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് 20 അതിൽ കൂടുതലോ തവണ നമുക്ക് ഈ പറയുന്ന പേയ്മെന്റ് അടയ്ക്കാനുള്ള ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടുന്നതാണ്. ഈ പറയുന്ന ഡൊമസ്റ്റിക് ഇറക്ഷൻ ടൈമിനും എല്ലാത്തിനും ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് OTS നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പരമാവധി 2 ലക്ഷം രൂപയാണ്
വേവ് ചെയ്യാൻ പറ്റുന്നത്. SCയുടെ ഓഫീസിലാണെങ്കിൽ 5 ലക്ഷം രൂപയാണ്. ഇനി OTS ചെയ്യുന്നതിന്റെ അകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്രൈറ്റീരിയാസ് നേരത്തെ ഉണ്ട്. നിലവിൽ OTSന്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്തു പോകുന്നതിനനുസരിച്ച് OTS കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും OTS ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാട്ടർ ചാർജ് ആണോ കുറയ്ക്കുന്ന വാട്ടർ ചാർജിന്റെ പരിധിയാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ SCമാർക്ക് 5 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ OTSന്റെ അകത്ത് എന്തെങ്കിലും വേവ് ചെയ്യാൻ പറ്റുന്നത്. മാർക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് വേവ് ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ഇത് ഗവൺമെന്റോ ക്വാസി ഗവൺമെന്റോ അതായത് ഏതെങ്കിലും സ്കൂളോ അങ്ങനത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നിലവിൽ പരിധി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഓഫീസിൽ നിലവിൽ ഇതിന്റെ അകത്ത് പരിധികളുമില്ല. ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള AEമാരുടെയും AXEമാരുടെയും ഓഫീസിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈ OTS പരമാവധി 30 ദിവസത്തിനകം തന്നെ തീർപ്പാക്കുകയും ചെയ്യണം. അന്നേരം ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% എമൗണ്ട് കൺസ്യൂമറിൽ നിന്ന് കളക്ട് ചെയ്യുകയും ബാക്കി 50% ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് EEമാരുടെയും SCമാരുടെയും ക്രൈറ്റീരിയ വെച്ച് കുറച്ചു കൊടുത്ത് ബാക്കിയുള്ള തുക നമ്മൾ മുൻപ് ഡിസ്ക്രൈബ് ചെയ്തതുപോലെ ഇൻസ്റ്റാൾമെന്റ് ആക്കി കറസ്പോണ്ടിങ് ആയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ അകത്ത് ഇൻസ്റ്റാൾമെന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പരമാവധി ഒരു 12% വരെ ഇതിനകത്ത് ഈടാക്കി ഇത് ചെയ്യാം. ഇനി നമുക്ക് നിലവിൽ മെൻഷൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കേസ് ഈ റവന്യൂ മോണിറ്ററിംഗ് ആണ്. ഈ റവന്യൂ മോണിറ്ററിംഗ് ആണ് ആക്ച്വലി സെക്ഷൻ ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കേസ്. അത് നമുക്ക് നിലവിൽ എങ്ങനെയാണ് ചെയ്തു പോകുന്നതെന്നുള്ളത്, അതായത് നിലവിലുള്ള സിസ്റ്റം എങ്ങനെയാണ് ഈ റവന്യൂ കളക്ട് ചെയ്യുന്നതും നിലവിൽ എങ്ങനെയാണ് ഈ റവന്യൂ പ്രോസസ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ആദ്യം നമുക്കറിയാം, വൺസ് ഈ ജലജീവ മിഷൻ വരുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ നിലവിലുള്ള ETAP സിസ്റ്റത്തിൽ അനുസരിച്ച് നമുക്ക് ഈ റവന്യൂ കളക്ട് ചെയ്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് വൈസ് ആണ് റവന്യൂ ബില്ല് ജനറേറ്റ് ചെയ്ത് റീഡിംഗിൽ എടുത്ത് സൈറ്റിൽ പോകുന്നത്. എന്നാൽ വൺസ് ജലജീവ മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് വൈസ് മാപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ETAPന്റെ അകത്ത് വൺസ് നമ്മളൊരു പുതിയ കണക്ഷൻ നമ്മൾ മാപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും അറിയാം ഏറ്റവും നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ഫീൽഡ് ആണ്. ഈ നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ നമ്മൾ എന്തിനാണ് മാപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ട് നിലവിൽ ലൈവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൂട്ടിലോട്ട് ഈ കൺസ്യൂമറിനെ നമ്മൾ മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നിയറസ്റ്റ് കൺസ്യൂമറിന്റെ റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ റൂട്ടിലോട്ട് ഈ പുതുതായിട്ട് ETAPൽ മുഖേന വരുന്ന കണക്ഷനെ നമ്മൾ മാപ്പ് ചെയ്യും. അങ്ങനെ ഈ പഴയ റൂട്ടിലുള്ള പഴയ നിയറസ്റ്റ് കൺസ്യൂമറിന്റെ റൂട്ട് എപ്പോഴാണോ നമ്മൾ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് അന്നേരം ഈ പുതിയ കൺസ്യൂമറിനെ ആ റൂട്ടിൽ ആഡ് ചെയ്ത് ആ ബില്ല് ജനറേറ്റ് ആവുകയും ഈ കൺസ്യൂമറിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും റീഡിംഗ് ഷീറ്റിൽ വരികയും ചെയ്യും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫോൺ നമ്പർ മുഖേന ഈ കൺസേൺഡ് മീറ്റർ റീഡർ ഫോൺ വിളിച്ച് ഈ പുതിയ കണക്ഷനെ നമുക്ക് ബില്ല് ചെയ്ത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകും. നിലവിൽ നമുക്കിപ്പം ഈ ജലജീവ മിഷൻ വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണക്ഷൻസും നമുക്കറിയാം ലക്ഷക്കണക്കിന് കണക്ഷൻസും ഈ ഒരു പ്രോസസ്സിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അബാക്കസിലോട്ട് എൻ്റർ ആയി. അന്നേരം എന്തുവാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നേക്കുന്ന എല്ലാ കണക്ഷൻസും ബില്ല് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഭയങ്കര വലിയൊരു സംശയമല്ല, ബില്ല് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള സാഹചര്യം ഉടലെടുത്തു. അന്നേരം ഇതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഇതിനെ എങ്ങനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഒരു റവന്യൂ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇങ്ങനെ റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റവന്യൂ കാര്യങ്ങളെല്ലാം ഒന്ന് എങ്ങനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ അബാക്കസിന്റെ അകത്തുള്ള മൊത്തം കൺസ്യൂമേഴ്സിന്റെയും ഒരു കണക്ഷൻ ലിസ്റ്റ് എത്ര കണക്ഷൻസ് നമുക്ക് ഈ അബാക്കസിന്റെ അകത്ത് നമ്മുടെ സെക്ഷന്റെ പരിധിയിലുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കണക്ഷൻസ് ഏതൊക്കെ റൂട്ടിലാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ റൂട്ട് ഏതൊക്കെ മീറ്റർ റീഡേഴ്സ് ആണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ റൂട്ടുകളെല്ലാം ഏതൊക്കെ സമയത്താണ് ബില്ല് ചെയ്ത് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇതിന്റെ ഒത്തുങ്ങി മെൻഷൻ ചെയ്തു പോകുന്നത്. എന്നിട്ട് 2 മാസത്തിൽ ഒരിക്കലും ബില്ല് ചെയ്യാത്ത റൂട്ടുകൾ ഏതാണെന്നും ആ റൂട്ടുകൾ ഇനി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അബാക്കസിന്റെ അകത്ത് അരിയർ ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. അതിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഈ അബാക്കസിൽ കയറുന്നു, ക്വറിയിൽ കയറി അരിയർ ലിസ്റ്റ് നമ്മൾ സെക്ഷൻ വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
മാക്സിമം ഫുൾ ലിസ്റ്റ് വന്നേക്കുന്ന ഫുൾ അരിയർ ലിസ്റ്റ് വന്നേക്കുന്ന ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് വരുന്ന ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയർ ലിസ്റ്റ് ആണ്. ഇതിന്റെ അകത്ത് മിനിമം അതായത് അഡ്വാൻസ് എമൗണ്ട് അടച്ചേക്കുന്ന കൺസ്യൂമേഴ്സ് കാണും. മാക്സിമം നമുക്ക് എത്ര കുടിശ്ശിക കിട്ടുന്ന എമൗണ്ട്, അതിന് കുടിശ്ശിക കിട്ടാനുള്ള എമൗണ്ട് മാക്സിമം എത്രയാണെന്നുള്ളത് നമുക്ക് അറിയായിരിക്കും. എന്നിട്ട് ഈ രണ്ട് എമൗണ്ടിനിടയ്ക്ക് ഈ ബില്ല് ജനറേറ്റ് ചെയ്യുക, ഐ മീൻ ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുക. ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് ഓൾറെഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റാണ് ഇത്. ഈ ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് 35,288 പേര് എന്റെ സെക്ഷന്റെ പരിധിയിലുണ്ട്. അന്നേരം ഇവര് ഏതൊക്കെ റൂട്ടാണ്, ഇതിന്റെ ഇവരുടെ അരിയർ എത്രയാണ്, ഇവരുടെ ലാസ്റ്റ് പേ ഡേറ്റ് എത്രയാണ്, ഇവരുടെ ഡിസ്കണക്ഷൻ സ്റ്റാറ്റസ് എന്താണ്, ഇത്രയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഒറ്റ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മീറ്റർ റീഡേഴ്സ്, ഈ പറയുന്ന കണക്ഷൻസ് ഏതൊക്കെ മീറ്റർ റീഡേഴ്സിന്റെ അകത്താണ് അസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് ഏതൊക്കെ മീറ്റർ റീഡേഴ്സിലാണ് അസൈൻ ചെയ്തേക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഓരോ റൂട്ടും ഏതൊക്കെ മീറ്റർ റീഡേഴ്സ് അസൈൻ ചെയ്തേക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അബാക്കസിന്റെ അകത്ത് റിപ്പോർട്ടിന്റെ അകത്ത് റീഡർ റൂട്ട് ബേസിന്റെ അകത്ത് റൂട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റൂട്ട് ലിസ്റ്റ് ഓപ്ഷന്റെ അകത്ത് നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഷോ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോ റൂട്ടും ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ റൂട്ടും ഏത് മീറ്റർ റീഡറിനാണ് അസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഒരു ലിസ്റ്റ് വരും. അത് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഒരു ടാബ് ആയിരിക്കും വന്ന് നിൽക്കുന്നത്. ഇതിന്റെ അകത്ത് റൂട്ട് കോഡ് കാണും, റൂട്ടിന്റെ പേര് കാണും, അതിനുശേഷം റീഡറിന്റെ പേര് കാണും, ഇത് പോസ്റ്റ് ചെയ്യുന്ന ക്ലർക്ക് കാണും. ഇതിന്റെ അകത്ത് ഈ റൂട്ട് കോഡും ഈ റീഡറിന്റെ നെയിമും ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത്. അന്നേരം ഇത് നമുക്ക് ഒരു എക്സൽ ഷീറ്റിന്റെ അകത്തോട്ടേക്ക് മാപ്പ് ചെയ്ത് നോക്കാം. അന്നേരം മാപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ റൂട്ട് കോഡും ഈ മീറ്റർ റീഡറും ആരാണെന്നുള്ളത് നമ്മൾ ഇവിടെ മാപ്പ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ സെക്ഷന്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 1000-ൽ പരം റൂട്ടുകളുണ്ട്. ആ ഓരോ റൂട്ടും ആർക്കൊക്കെയാണ് അസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇതിന്റെ അകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ റൂട്ട് ഡീറ്റെയിൽസിന്റെ ഡേറ്റയിൽ നിന്നാണ്. ഈ പേജ് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കുവേ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടുന്ന ഒരു ഡേറ്റയാണ് BPL ലിസ്റ്റ്. ഈ BPL കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് ഓരോ നമ്മുടെ സെക്ഷന്റെ കീഴിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സിന്റെ അകത്ത് സ്പെഷ്യൽ കൺസ്യൂമർ ലിസ്റ്റിന്റെ അകത്ത് BPL കൺസ്യൂമേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആവും. ഇതിന്റെ അകത്ത് നമ്മൾ കറസ്പോണ്ടിങ് BPL എനേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊസീഡിയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര കൺസ്യൂമേഴ്സ് ആണ് BPL എനേബിൾഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. ആ ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഡേറ്റയ്ക്കകത്ത് 10,000-16,000 കൺസ്യൂമേഴ്സ്, 10,000-15,000 ഡേറ്റാസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് നിന്ന് എത്ര കണക്ഷൻ, ഒരു പഞ്ചായത്തിൽ എത്ര BPL എനേബിൾഡ് ആൾക്കാരുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു സമയം ഒരു അറ്റ് എ ടൈം നമ്മുടെ ഈ വർഷം എത്ര BPL കൺസ്യൂമേഴ്സ് നമുക്ക് ഉണ്ടെന്നോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇതിനെ എങ്ങനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം, ഇതിനെ എങ്ങനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എന്നുള്ളതാ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ നമ്മൾ ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ റീഡിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി നമ്മൾ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. റീഡിംഗ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മീറ്റർ റീഡേഴ്സും സൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ബില്ല് റൂട്ട് ജനറേറ്റ് ചെയ്ത് സൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ റീഡിംഗ് ഷീറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് ഈ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രധാനമായിട്ടും വന്നേക്കുന്ന ഡേറ്റ ഒരു പുതിയ കണക്ഷൻ ആണെങ്കിൽ പോലും പഴയ കണക്ഷൻ ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് കൺസ്യൂമർ നമ്പർ, ഫോൺ നമ്പർ, മീറ്റർ നമ്പർ, പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്, ഈ പ്രീവിയസ് റീഡിംഗ് ഏതാണ്, ഇത്രയും ഡേറ്റാസ് നമ്മൾ ഈ റീഡിംഗ് ഷീറ്റിന്റെ അകത്ത് കാണും. അന്നേരം ഇതിന്റെ അകത്ത് ഈ കൺസ്യൂമർ നമ്പറും ഈ റീഡിംഗ് ഈ പ്രീവിയസ് റീഡിംഗും കൂടി നമുക്ക് ഏതെങ്കിലും ഒരു എക്സൽ ഷീറ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനാലിസിസിലോട്ട് ഈ ഒരു ഷീറ്റിനെ മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനിയത്തെ നമ്മുടെ ഒരു പോർഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്പ്, ഒരു പൈത്തണിൽ ഒരു പ്രോഗ്രാം വേണ്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ആണ് KW Revenue Analysis.Streamlit.app എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റ്. ഈ ഒരു സൈറ്റിന്റെ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിം യൂസർ എന്നും യൂസറിന്റെ പാസ്വേഡ് യൂസർ പാസ് എന്നുമാണ്. വൺസ് ഇതിന്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു, ഈ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ടേബിളിലോട്ട് നമ്മൾ എത്തുന്നു. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കിട്ടിയ ഡേറ്റാസിനെ എല്ലാം കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാൻ പോവാണ് ഒരു എക്സൽ ഷീറ്റിന്റെ അകത്തോട്ടേക്ക്. നമുക്ക് എത്രയും, അതായത് മൊത്തം കൺസ്യൂമേഴ്സിന്റെ
ഏത് റീഡറാണ് അവർ ആ കൺസ്യൂമർ അസൈൻ ചെയ്തേക്കുന്നത്, ആ കൺസ്യൂമറിന്റെ ഫൈനൽ റീഡിംഗ് എത്രയാണ്, ആ കൺസ്യൂമർ BPL ആണോ അല്ലയോ, ഇത്രയും ഡേറ്റാസിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം യൂസ് ചെയ്തു. അതല്ലാതെ ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ ഇത്രയും നമ്മൾ നേരത്തെ ഫെച്ച് ചെയ്ത കമ്പ്യൂട്ടറിൽ നിന്ന് ഫെച്ച് ചെയ്ത ഡേറ്റാസിനെ എല്ലാം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അന്നേരം ഇതിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെംപ്ലേറ്റുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ് പോർഷൻ ആണ് നമ്മൾ ഈ 3 കൊടുത്തേക്കുന്നത്. ഈ ഫോർമാറ്റിൽ നമ്മൾ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ടെംപ്ലേറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടെംപ്ലേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ടെംപ്ലേറ്റ് BPL ലിസ്റ്റിന്റെ ടെംപ്ലേറ്റ് ഇങ്ങനെയായിരിക്കും വന്നേക്കുന്നത്. സീരിയൽ നമ്പർ, കൺസ്യൂമർ നമ്പർ, പ്രസന്റ് സ്റ്റാറ്റസ്, എഫക്ട് ഫ്രം എഫക്റ്റീവ്. ഇതാണ് ആക്ച്വലി ആ ടെംപ്ലേറ്റ്. ഇതിന്റെ അകത്ത് ഞാൻ എന്റെ സെക്ഷൻ ഓഫീസിലെ ഡാറ്റ ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റ ആക്ച്വലി ഡയറക്ട്ലി നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ആ റിപ്പോർട്ടിലെ ഡാറ്റ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു ഡാറ്റ നമ്മൾ ഇതിനകത്ത് വേറെ ഒരു വർക്ക് ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടില്ല. സിമിലർലി ടെംപ്ലേറ്റ് മറ്റേ അരിയർ ലിസ്റ്റിന്റെ ടെംപ്ലേറ്റ് ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. ഇതിന്റെ അകത്തോട്ടേക്ക് സെക്ഷൻ ഓഫീസിലെ ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു വേരിയേഷൻ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ റീഡർ ലിസ്റ്റ്, റൂട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിലധികം ഒന്നിലധികം കോളംസ് ഉണ്ട്. അതിന്റെ അകത്ത് റൂട്ടും മീറ്റർ റീഡറിന്റെ പേരും മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്കിപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ റൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് നിന്ന് ഈ റൂട്ട് ഏത് മീറ്റർ റീഡറിനാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ള ഈ 2 ഡാറ്റ മാത്രമേ നമ്മൾ അവിടെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ എല്ലാ ഷീറ്റും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ അരിയർ ലിസ്റ്റിന്റെ ഡാറ്റ കൊടുക്കുന്നു. റീഡർ ലിസ്റ്റിന്റെ ഡാറ്റ ഇതിന്റെ അകത്ത് നേരത്തെ ചെയ്തേക്കുന്നത് കൊടുക്കുന്നു. റീഡിംഗ് ഷീറ്റിലെ ഡാറ്റ ഒരു റീഡിംഗ് ഷീറ്റ് ഒരു PDF ആണ്. റീഡിംഗ് ഷീറ്റ് എപ്പോഴും ആലോചിക്കേണ്ടത് അതൊരു PDF ആണ്. ആ PDF-ന്റെ അകത്ത് ഇത്രയും ഡാറ്റാസ്, അതായത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത്, എനിക്ക് തോന്നുന്നു സെക്ഷൻ എയുടെ ഐഡിയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റവന്യൂ ക്ലർക്ക് സെക്ഷന്റെ ഐഡിയിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് PDF ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫോർമാറ്റിൽ PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു A4 സൈസിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. കാരണം ഇത് A4 സൈസിലല്ലാന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാസ് എല്ലാം നെക്സ്റ്റ് പേജിലോട്ട് അറേഞ്ച് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഡാറ്റ ഇതുപോലെ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അന്നേരം അത് നമ്മുടെ ഔട്ട്പുട്ടിനെ ബാധിക്കും. അന്നേരം ഇങ്ങനെ തന്നെ പരമാവധി ഈ ഡാറ്റ ഒന്ന് ഔട്ട്പുട്ടിലായിട്ട് കൊണ്ടുവരാൻ സേവ് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് BPL ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിന്റെ അകത്ത് ഉണ്ട്. ഈ BPL ലിസ്റ്റും കൂടി ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ഡാറ്റാസും എന്റെ സെക്ഷൻ ഓഫീസിന്റെ ഡാറ്റാസ് ആണ്. ഈ സെക്ഷൻ ഓഫീസിലെ ഡാറ്റാസ് എല്ലാം കൂടി ഞാനൊന്ന് മെർജ് ചെയ്യുന്നു. അതായത് ഈ എത്രയും ഡാറ്റാസ് മെർജ് ചെയ്ത് ഒരു കറസ്പോണ്ടിങ് ഒരു സിംഗിൾ ഷീറ്റ് ഫയൽ ആക്കുന്നു. അന്നേരം ആ ഷീറ്റ് ഫയലിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആ ഷീറ്റ് ഫയലിന്റെ ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു കൺസ്യൂമർ നമ്പർ വരും. ആ കൺസ്യൂമർ BPL 24 എനേബിൾഡ് ആണോ അല്ലയോ എന്ന് വരും. 25 എനേബിൾഡ് ആണോ അല്ലയോ എന്ന് വരും. ഇതിന്റെ അഡ്രസ് ഡീറ്റെയിൽസ് വരും. ഈ കൺസ്യൂമർ ഏത് റൂട്ടിലാണെന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽസ് വരും. അതിനുശേഷം ഇത് ഏത് മീറ്റർ റീഡറിനാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് വരും. ഇത് ഏത് ഏരിയ കോഡ് ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് വരും. അതിനുശേഷം ഈ കൺസ്യൂമറിന്റെ ഫൈനൽ റീഡിംഗ് എത്രയാണെന്നുള്ളത് ഇവിടെ വരും. പിന്നെ ഇതിന് ശേഷം വന്നേക്കുന്ന ഒരു 3-4 പാരാമീറ്റേഴ്സ്, ഈ ഫൈനൽ റീഡിംഗ് ഏത് റേഞ്ചിലാണെന്നുള്ളത് വരും. 100 യൂണിറ്റ് ടോട്ടൽ കൺസംഷൻ 100 യൂണിറ്റിന് മുകളിലാണോ 150 മുകളിലാണോ എന്നുള്ളതും കൂടി ഇവിടെ ചെക്ക് ചെയ്ത് വരും. ഇതിനുശേഷം നമുക്ക് ഈ ഷീറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് ഈ ഷീറ്റിന്റെ അകത്ത് ഓരോ കൺസ്യൂമേഴ്സിന്റെയും കൺസ്യൂമർ നമ്പർ, അവരുടെ BPL സ്റ്റാറ്റസ്, അവരുടെ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്, അവർ എന്നാണ് അവസാനമായിട്ട് പേയ്മെന്റ് അടച്ചത്, അവരുടെ ഫൈനൽ എമൗണ്ട് അടച്ചത് എത്രയാണ്, ഇവരുടെ അരിയർ എത്രയാണ്. ഇത്രയും ഡാറ്റ ആക്ച്വലി നമ്മുടെ അരിയർ ലിസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ BPLന്റെ സ്റ്റാറ്റസ് BPL ടേബിളിൽ നിന്ന് ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇത്രയും ഡാറ്റാസ് നമ്മൾ അരിയർ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ കൺസ്യൂമർ നമ്പറിന്റെ ഫ്രണ്ടിലുള്ള ഏരിയ കോഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നു. ഇവർ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു.
പിന്നെ നമുക്ക് മീറ്റർ റീഡറിന്റെ ലിസ്റ്റിൽ നിന്നും ഈ റൂട്ട് ഏത് മീറ്റർ റീഡറിനാണോ അസൈൻ ചെയ്തേക്കുന്നത് ആ മീറ്റർ റീഡറിന്റെ പേര് ഇവിടുന്ന് എടുത്തെഴുതുന്നു. പിന്നെ ആ റീഡിംഗ് ഷീറ്റിൽ നിന്ന് ഈ കൺസ്യൂമറിന്റെ ഫൈനൽ റീഡിംഗ് എത്രയാണോ ആ റീഡിംഗ് കൂടി ഇവിടെ എടുത്തെഴുതുന്നു. ഇവിടെ എനിക്ക് ഏകദേശം ഒരു റൂട്ടിന്റെ അകത്ത് ഏകദേശം 112 കൺസ്യൂമേഴ്സ് ഉണ്ടായിരുന്നു. ആ 112 കൺസ്യൂമേഴ്സിന്റെയും 111 കൺസ്യൂമേഴ്സ് ഉണ്ടായിരുന്നു. ആ 111 കൺസ്യൂമേഴ്സിന്റെ റീഡിംഗ് അവിടെ വന്നിട്ടുണ്ടാവും. അതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷീറ്റ്. ഇനി ഈ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അനാലിസിസ് പാർട്ടിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പം ഒരു റീഡിംഗ് ഷീറ്റേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ റീഡിംഗ് ഷീറ്റും ഇതിന്റെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇതിന്റെ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഡാറ്റ പുൾ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്ത് ഡാറ്റ പുൾ ചെയ്യാൻ പറ്റും. അതായത് ഒന്നിലധികം ഷീറ്റുകൾ മൊത്തം റീഡിംഗ് ഷീറ്റുകൾ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ റീഡിങ്ങുകളും അവിടെ വരത്തുള്ളൂ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഫൈനൽ റീഡിംഗ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിലവിൽ നമുക്ക് ഇപ്പം ഈ റീഡിംഗ് ടോട്ടൽ ആയിട്ട് റീഡിംഗ് ഡാറ്റ ഉള്ള ഒരു ഷീറ്റ് നമുക്ക് എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് എന്റെ ഒക്ടോബർ മാസത്തിലുള്ള റീഡിങ്ങുകളെല്ലാം ചെയ്തതിന് ശേഷം, ഒക്ടോബർ മാസത്തിലെ എല്ലാ റീഡിങ്സും പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ റീഡിംഗ് ഷീറ്റുകളെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ആ റീഡിംഗ് ഷീറ്റുകളെല്ലാം ഈ ഒരു ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് ഈ സിസ്റ്റത്തിന്റെ അകത്തോട്ട് കൊടുത്തു. എന്നിട്ട് ഈ സിസ്റ്റത്തിനകത്ത് ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഈ 35,000 കൺസ്യൂമേഴ്സിന്റെയും റീഡിംഗ് ഞാൻ കളക്ട് ചെയ്തു. ഇനി ഇവരുടെ ലാസ്റ്റ് റീഡിംഗ് ഡേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, ഇവരുടെ ഫൈനൽ റീഡിംഗ് ഏത് റേഞ്ചിലാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി, അതിനുശേഷം ഇവരുടെ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഏത് മാസം ഏത് വർഷമാണെന്നുള്ളത് കണ്ടെത്തി. അതായത് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ അകത്ത് ഇവരുടെ മന്ത് ഏതാ ഇയർ ഏതാന്നുള്ളത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2025 6 മാസമാണ് ഇവിടുത്തെ ലാസ്റ്റ് റീഡിംഗ് ഡേറ്റ് വന്നേക്കുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു റീഡിംഗ് ഷീറ്റിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ഷീറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിന്റെ അനാലിസിസ് പാർട്ടാണ് നമ്മൾ ഇനി മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എല്ലാ കണക്ഷൻസും ഈ 2 മാസത്തിൽ ഒരിക്കൽ ബില്ല് ചെയ്യപ്പെടുന്നുണ്ടോ. അതാണ് ഒരു എയുടെ റവന്യൂ മോണിറ്ററിംഗ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കണക്ഷൻസും ഈ 2 മാസത്തിൽ ഒരിക്കൽ ബില്ല് ചെയ്യപ്പെടുന്നുണ്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ കണക്ഷൻസ് ആണ്, അതെങ്ങനെ ബില്ല് ചെയ്യാം. അതാണ് ഈ ഒരു ഷീറ്റിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റേഞ്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി നമുക്ക് എക്സലിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാം. ബാക്കിയുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒരു പുതിയ ടൂൾ, ഇതൊരു എക്സലില് പണ്ട് മുതലേ ഉള്ള ഒരു ടൂളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് പിവറ്റ് ടേബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് വരും. വൺസ് പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫുൾ ഷീറ്റ് സെലക്ട് ആവും. അതിനകത്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു പുതിയ ഷീറ്റിലോട്ട് പോകും. ഇവിടെ നമുക്ക് ഈ പറയുന്ന പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ 4 പാരാമീറ്റേഴ്സ്, 4 കോളംസ് ഇവിടെ പാരാമീറ്റർ അനലൈസ് ചെയ്യാനുള്ള 4 ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഫിൽട്ടർ ഓപ്ഷൻ ആണ്. ഫിൽട്ടർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത് പോലെ, VPN എനേബിൾഡ് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത് പോലെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ഫിൽട്ടർ ഓപ്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം കോളം ലേബിൾ, റോ ലേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഫീൽഡിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന്റെ അകത്ത് കുറേയേറെ പാരാമീറ്റേഴ്സ്, ഈ ഒരു ഡാറ്റയ്ക്ക് കുറേയേറെ പാരാമീറ്റേഴ്സ് വളരെ കോമൺ ആണ്. ഫോർ എക്സാമ്പിൾ ഏരിയ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഏരിയ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് അഞ്ചൽ എന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ് ഈ ANC. അതിന് അഞ്ചലിലുള്ള ഏതാണ്ട് 7,800 കണക്ഷനോളം ഉണ്ട്. 7,800 കണക്ഷന്റെയും ഏരിയ കോഡ് സെയിം ആയിരിക്കും. അങ്ങനെ വളരെ സെയിം ആയിട്ട് വന്നേക്കുന്ന പാരാമീറ്റേഴ്സിനെ ഇൻഡെക്സ് എന്ന് നമ്മൾ പറയും. ഈ ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനെ നമ്മൾ റോയിലും കോളത്തിലും നമ്മൾ ആഡ് ചെയ്യും. കോളം ലേബിൾസ് ആയിട്ടും റോ ലേബിൾസ് ആയിട്ടും ആഡ് ചെയ്യും. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏരിയ കോഡാണ്, മറ്റൊന്ന് കാറ്റഗറിയാണ്, മറ്റേതൊന്ന് മീറ്റർ റീഡറിന്റെ പേരാണ്, മറ്റേതൊന്ന് റൂട്ടാണ്. ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് ഇൻഡെക്സ് ചെയ്ത് എങ്ങനെ കുറച്ച് ഡേറ്റാസ് ഇതിന്റെ അനലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത് ഡിസ്കണക്ഷൻ ഡേറ്റ്, അതായത് ലൈവ് ആയിട്ടുള്ള കണക്ഷനുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഈ വാല്യൂസ് എന്ന് പറഞ്ഞ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു റോഡയോ അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ ഫുൾ വാല്യൂസിന്റെ കൗണ്ട് അറിയണമെന്നുണ്ടെങ്കിലോ സം അറിയണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ കൗണ്ട് പോർഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അന്നേരം ഡിസ്കണക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ നമ്മൾ ഇവിടെ ഒരു ഫിൽട്ടർ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മീറ്റർ റീഡർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റോ ലേബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സെക്ഷന്റെ പരിധിയിലുള്ള എല്ലാ കൺസ്യൂമേഴ്സിന്റെ, എല്ലാ മീറ്റർ റീഡേഴ്സിന്റെ പേര് ഇവിടെ വരും.
ഇവർക്ക് ഈ മീറ്റർ റീഡേഴ്സ് കൺസ്യൂമർ നമ്പർ എത്ര കൺസ്യൂമർ നമ്പർ ഇവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കൺസ്യൂമർ നമ്പറെ ഡ്രാഗ് ചെയ്ത് വാല്യൂലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മീറ്റർ റീഡേഴ്സിന് അഗൻസ്റ്റ് ആയിട്ട് എത്ര കൺസ്യൂമർ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഈ റൂട്ട് ഓരോ മീറ്റർ റീഡറിന് അസൈൻ ചെയ്ത് കൊടുത്തേക്കുവാണ്. അന്നേരം ഈ റൂട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മീറ്റർ റീഡേഴ്സിന്റെ ഉള്ള കണക്ഷന്റെ എണ്ണമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതിന്റെ അകത്ത് ലൈവ് ആയിട്ടുള്ള കണക്ഷന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഫസ്റ്റ് ഷീറ്റിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഡിസ്കണക്ഷൻ ഡേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേയ്മെന്റ് ഈ കണക്ഷൻ ലൈവ് ആണെന്നാണ് അർത്ഥം. അന്നേരം ഇതിന്റെ അകത്ത് ലൈവ് ആയിട്ടുള്ള കണക്ഷന്റെ എണ്ണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിൽട്ടർ പാരാമീറ്ററിന്റെ അകത്ത് ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അന്നേരം എനിക്ക് 28,096 കണക്ഷൻസ് ഇതിന്റെ അകത്ത് ലൈവ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിന്റെ അകത്ത് ഓരോ മീറ്റർ റീഡേഴ്സിനും എഗൻസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന കണക്ഷന്റെ എണ്ണം എനിക്ക് കിട്ടി. സിമിലർലി എനിക്കിപ്പം കണ്ടുപിടിക്കേണ്ടത് ഓരോ മീറ്റർ റീഡേഴ്സിന്റെയും ഈ മീറ്റർ റീഡിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ കണക്ഷന്റെ അകത്ത് എത്ര എണ്ണം ബില്ല് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ബില്ല് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് മീറ്റർ റീഡർ അണ്ടറിൽ കീപ്പ് ചെയ്യുന്നു. അന്നേരം നോക്കുമ്പം ഓരോ മീറ്റർ റീഡേഴ്സിന്റെയും അണ്ടറിൽ ഏതൊക്കെ റൂട്ടിൽ എത്രയൊക്കെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അന്നേരം ഈ ഓരോ മീറ്റർ റീഡേഴ്സിന്റെയും അണ്ടറിൽ എത്ര കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ഇനി ഈ പറയുന്ന റൂട്ട് ഓരോ ബില്ലും നമുക്കറിയാം റൂട്ട് വൈസ് ആണ് ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. അന്നേരം ഈ റൂട്ട് വൈസ് ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം എപ്പോഴും ഒരു റൂട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5, 10 അല്ലെങ്കിൽ ഒരു 25, 30, 40, 50 ചിലപ്പോൾ 100 വരെ റൂട്ടുകൾ ഇതിന്റെ അകത്ത് വരാം. അന്നേരം ആ റൂട്ടിന്റെ അകത്ത് നിന്ന് എക്സെപ്ഷണൽ ആയിട്ട് ഡേറ്റാസ് ഉള്ള ഏതെങ്കിലും റൂട്ടുകൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് അപ്പ് ഇതിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ റൂട്ടുകളൊന്നും ബില്ല് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ അഭിജിത്ത് എന്ന് പറയുന്ന എന്റെ മീറ്റർ റീഡറിന്റെ അണ്ടറിൽ 464 എന്ന് പറഞ്ഞ റൂട്ടിൽ ഒറ്റ കണക്ഷൻ ആയിട്ട് കിടക്കുവാണ്. ഇത് നമുക്ക് മീറ്റർ റീഡിങ് അല്ലെ സെക്ഷൻ ഓഫീസിൽ റവന്യൂ മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും ഇങ്ങനെ ഒരു റൂട്ട് ബില്ല് ചെയ്യുന്നുണ്ടോ. അതിന് കൃത്യമായിട്ടും എനിക്ക് നമ്മുടെ മീറ്റർ റീഡേഴ്സിന് പറയാൻ സാധിക്കും ഇങ്ങനെ ഒരു റൂട്ട് ഞാൻ ബില്ല് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പം നമുക്ക് ഈ കണക്ഷനെ ഏതെങ്കിലും ബില്ല് ചെയ്യുന്ന റൂട്ടിലോട്ട് മാറ്റണം. അങ്ങനെ ഈ ഡേറ്റ എന്തുവാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് അണ്ടർലൈൻ ഡേറ്റ തൊട്ടടുത്തൊരു ഷീറ്റിൽ ഓപ്പൺ ആയി വരും. അന്നേരം ഇതിന്റെ അഡ്രസ്സ് നമുക്ക് കിട്ടും. ഈ വളവ് വെച്ച ചിതറ ഏത് മീറ്റർ റീഡർ ആണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ റൂട്ടിനെ അല്ലെങ്കിൽ ഈ കണക്ഷനെ നമുക്ക് ഏതെങ്കിലും ഒരു മീറ്റർ റീഡറിന്റെ റൂട്ടിലോട്ട് മാറ്റാൻ പറ്റും. ലൈവ് ആയിട്ടുള്ള ഒരു മീറ്റർ റീഡറിന്റെ റൂട്ടിലോട്ട് മാറ്റാൻ പറ്റും. സിമിലർലി നമുക്ക് കണ്ടുപിടിക്കാൻ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ അരിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് വാല്യൂസിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അരിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് വാല്യൂസിന്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂട്ടിന് അഗൻസ്റ്റ് ആയിട്ടുള്ള അരിയേഴ്സിന്റെ സമ്മ് നമുക്ക് ഇവിടെ കിട്ടും. ഇതും ഒരു പാരാമീറ്റർ ആണ്. ഏതെങ്കിലും അരിയർ വാല്യൂ 0 ആയി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ആ റൂട്ട് ബില്ല് ജനറേറ്റ് ചെയ്തിട്ടില്ല. ആ റൂട്ട് ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അരിയർ വാല്യൂ ഏത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മീറ്റർ റീഡറിന് അഗൻസ്റ്റ് ആയിട്ട് ഈ വാല്യൂന് അഗൻസ്റ്റ് ആയിട്ട് വരും. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും ഒരു റൂട്ട് കിട്ടിയിട്ടുണ്ട് അരിയർ 0 ആയിട്ട്. അന്നേരം ഈ റൂട്ട് ബില്ല് ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന്റെ അത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് റൂട്ടാണെന്നുള്ളത് കിട്ടും. ആ കറസ്പോണ്ടിങ് റൂട്ടിനെ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൂട്ടിലോട്ട് മാറ്റാൻ സാധിക്കും. ഇത് നമുക്ക് ഒരു പാരാമീറ്റർ. ഇനി ഇതേ പാരാമീറ്റർ നമുക്ക് കൺസ്യൂമർ നമ്പേഴ്സിന്റെ എണ്ണം മാറ്റിയിട്ട് പേയ്മെന്റിന്റെ എണ്ണമായിട്ട് നമുക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അരിയറിന്റെ എണ്ണം മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മീറ്റർ റീഡറും കളക്ട് ചെയ്യേണ്ടുന്ന എമൗണ്ട് ഓരോ റൂട്ടിൽ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒരു മീറ്റർ റീഡറിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു പാരാമീറ്റർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ മീറ്റർ റീഡറും ഓരോ റൂട്ടിലും കളക്ട് ചെയ്യേണ്ട എമൗണ്ടിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാൻ പറ്റും. സെക്ഷൻ ഓഫീസുകളിൽ റവന്യൂ മീറ്റിംഗ് നടത്തുമ്പം ഇതുപോലുള്ള ഡേറ്റ വെച്ച് പരമാവധി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഏതെങ്കിലും രീതിയിൽ എക്സെപ്ഷണൽ ആയിട്ട് എനിക്കിപ്പം ഒരു ഡേറ്റ കാണുന്നുണ്ട്. അതായത് 359 എന്ന് പറഞ്ഞ ഒരു റൂട്ടിന്റെ അകത്ത് ഇത്രയും വലിയൊരു അരിയർ നിൽക്കുന്നു, ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു റൂട്ടിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ഇതൊരു റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരിക്കും, ഈ റൂട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാനുണ്ട്. ഇതിന്റെ റീസണൊക്കെ പലപ്പോഴും നമുക്ക് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കും. ആ റൂട്ടിൽ മാത്രം നമ്മളൊരു ഡിസ്കണക്ഷനോ അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് ഡിസ്കണക്ഷനോ മറ്റെന്തെങ്കിലും നടപടികളിലോ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് നമുക്ക് വേറൊരു മീറ്റർ റീഡർ അതിന്റെ പേരിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക്
പേര് സെലക്ട് ചെയ്യുമ്പോൾ ഈ സെയിം പ്രൊസീജിയർ ഇവിടെ വീണ്ടും വരും. ഇങ്ങനെ നമുക്ക് ഓരോ മീറ്റർ റീഡേഴ്സിന്റെയും ഓരോ റൂട്ടിലുള്ള അരിയറും അവരുടെ ടോട്ടൽ കളക്ട് ചെയ്യേണ്ട അരിയർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന്റെ അകത്ത് ഏതെങ്കിലും അരിയർ 0 ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ റൂട്ടിന്റെ അകത്ത് ബില്ല് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ നോക്കുമ്പോൾ ഏകദേശം ഇത്രയും കണക്ഷൻസ് ബില്ല് ജനറേറ്റ് ചെയ്യപ്പെടാത്ത ഒരു റൂട്ട് ഉണ്ട് ആ മീറ്റർ റീഡറിന്റെ അണ്ടറിൽ. അന്നേരം ഇതിന്റെ അഡ്രസ്സ് നമുക്ക് കിട്ടും. ഈ കറസ്പോണ്ടിങ് അഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്ക് മീറ്റിംഗിനിടയ്ക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഈ അഡ്രസ്സ് ഏത് ഏരിയ കോഡിൽ ഏത് റൂട്ടിലാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ആ കറസ്പോണ്ടിങ് റൂട്ടിലോട്ട് ആ മീറ്റിംഗിന്റെ ടൈമിൽ തന്നെ നമുക്ക് മാപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇനി അടുത്ത ഒരു പാരാമീറ്റർ, ഒരു പഞ്ചായത്തിന്റെ അകത്ത് എത്ര കണക്ഷൻസ് ലൈവ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു പാരാമീറ്റർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഡിസ്കണക്ഷൻ ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുകയും ഏരിയ കോഡ് എന്ന് പറഞ്ഞ പാരാമീറ്റർ റോ ലേബലിൽ കൊടുക്കുകയും കാറ്റഗറി എന്ന് പറഞ്ഞ പാരാമീറ്റർ കോളം ലേബലിൽ കൊടുക്കുകയും കണക്ഷന്റെ എണ്ണം നമ്മൾ വാല്യൂവിൽ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡാറ്റ കിട്ടും. ഇതിന്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കണക്ഷൻസും ഓരോ പഞ്ചായത്തിൽ എത്രയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡാറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അണ്ടർലൈൻ ഡാറ്റ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് മീറ്റർ റീഡറിന്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള അരിയറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ ആയിട്ട് ഡിസ്കണക്ഷൻ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന അരിയർ ആയിരിക്കത്തില്ല നമുക്ക് ഓഫീസിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് വൺസ് ഡിസ്കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ ഓഫീസിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബ്ലാങ്ക് ആയിട്ടുള്ള ഡിസ്കണക്ട് ചെയ്യാത്ത കൺസ്യൂമേഴ്സിന്റെ ഈ റവന്യൂ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അന്നേരം ഇത് ഓരോ മീറ്റർ റീഡേഴ്സിന്റെ എഗൻസ്റ്റ് ഓരോ റൂട്ടിന്റെ എഗൻസ്റ്റ് ആയിട്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു പാരാമീറ്റർ ആണ് BPL. ഈ BPLന്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഈ സിമിലർ വാല്യൂവിൽ തന്നെ ഇത് ഒന്നിലധികം വാല്യൂസ് ഉണ്ട്, ഒന്നിലധികം ഷീറ്റുകളുണ്ട്. ഇത് കണ്ട് പേടിക്കണ്ട, ഇതിന് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. 2025 ഡിസ്കണക്ഷൻ ഡേറ്റ് ഒരു ഫിൽട്ടർ പാരാമീറ്റർ ആയിട്ട് വെച്ചു, മീറ്റർ റീഡറിന്റെ എണ്ണം ഒരു റോ ലേബൽ ആയിട്ട് വെച്ചു, കൺസ്യൂമർ നമ്പേഴ്സിന്റെ എണ്ണം ഒരു വാല്യൂവിൽ കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്തു. ഈ BPL സ്റ്റാറ്റസ് ഒരു ഫിൽട്ടർ പാരാമീറ്റർ ആയിട്ട് വെച്ചു. എന്നിട്ട് BPL എനേബിൾ ചെയ്തേക്കുന്ന കൺസ്യൂമേഴ്സിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഓരോ മീറ്റർ റീഡേഴ്സിനും എഗൻസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഓരോ പഞ്ചായത്തിലും എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മീറ്റർ റീഡറിന് പകരം ഈ മീറ്റർ റീഡറിന്റെ റോയ്ക്ക് പകരം നമ്മൾ ഏരിയ കോഡ് ഇവിടെ കീപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഏരിയ കോഡ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ആയിരിക്കാം, ഏതെങ്കിലും ഒരു സ്കീം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാൻഡ് ബൗണ്ടറി ആയിരിക്കും പലപ്പോഴും ഈ ഏരിയ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ മീറ്റർ റീഡറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള നമുക്ക് BPLന്റെ സ്റ്റാറ്റസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി ഓരോ മീറ്റർ റീഡറിന് എഗൻസ്റ്റ് ആയിട്ട് എത്ര കണക്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു മറ്റൊരു പാരാമീറ്റർ ആണ് ഇതിൻ്റെ അകത്ത് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്. ഈ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് മീറ്റർ ഓടാത്ത കണക്ഷൻസ് ഒക്കെ എൻ്റെ ഓഫീസിൽ എനിക്ക് ശ്രദ്ധിക്കാനിടയായി. പക്ഷെ പലപ്പോഴും ഇത് ഫോൾട്ടി മീറ്റർ ആയിട്ടൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടോ ഈ മീറ്റർ ഓടുന്നില്ല. അതെന്താണ്, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനിയത്തെ ഒരു പാരാമീറ്റർ. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ ഈ കോളത്തിലെ ഇയറും മന്തും സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഡാറ്റ നമുക്ക് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തു, പിവറ്റ് ടേബിൾ എടുത്തു. പിവറ്റ് ടേബിളിൻ്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് മീറ്റർ റീഡറിന്റെ പേര് റോ ലേബലിൽ കീപ്പ് ചെയ്തു. കൺസ്യൂമർ നമ്പേഴ്സിന്റെ എണ്ണം വാല്യൂവിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ് ഇല്ലാത്ത കണക്ഷന്റെ എണ്ണം നമ്മൾ എടുത്തു. അന്നേരം 28,000 പേര് കിട്ടി. ഇതിൻ്റെ അകത്ത് എനിക്കൊരു 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം വേണം. 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം വേണം. അന്നേരം 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷന്റെ അകത്ത് ട്രൂ വാല്യൂ കിടക്കുന്നത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു. അന്നേരം എനിക്ക് മനസ്സിലായി ഏകദേശം 9,400ഓളം പേര് കണക്ഷൻ, അതായത് 9,400 പേർക്കാണ് 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷൻ ഉള്ളത്. ഇതിനകത്ത് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ആ യൂണിറ്റിനെ ഞാൻ ഫിൽട്ടർ പാരാമീറ്റർ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് എല്ലാ വർഷവും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 2025 റീഡിംഗ് അറിയാത്ത കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അങ്ങനെ നോക്കിയപ്പോൾ 366 കണക്ഷൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടെത്തി. അതായത് ഇതിന്റെ മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 366 കണക്ഷൻസിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു റീഡിംഗ് പോലും പറഞ്ഞിട്ടില്ല.
അങ്ങനെ ഈ ഡേറ്റ എവിടുന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് നമ്മുടെ റീഡിംഗ് ഷീറ്റിൽ കിടപ്പുണ്ട്. ഈ റീഡിംഗ് ഷീറ്റിനകത്ത് നിന്നും ഈ ഇയറും ഈ മന്ത് വാല്യൂ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഇയർ വാല്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചാർട്ട് ചെയ്തിട്ട് ഈ ഓരോ യൂണിറ്റും എപ്പോഴെങ്കിലും അറിയുമ്പം ഈ വാല്യൂ അറിയും. അന്നേരം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഇത്രയും കണക്ഷൻസിന് ഒരു യൂണിറ്റ് പോലും അറിയാത്ത ഇത്രയും കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇത് ഏതൊക്കെ റൂട്ടിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റൂട്ടിന്റെ പാരാമീറ്റർ വാല്യൂ എടുത്ത് താഴോട്ട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ഗ്രാഫ് വൈസ് ഒന്ന് മാപ്പ് ചെയ്ത് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡേറ്റ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. കാരണം റവന്യൂ നമുക്ക് വാട്ടർ റവന്യൂ നഷ്ടപ്പെടാനുള്ള ഒരു വലിയ റീസൺ ആണ് ഇത്. കാരണം 100 യൂണിറ്റിന് മുകളിൽ ആ കണക്ഷൻ വെള്ളം ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം ആ കൺസ്യൂമറിന് ഒരു കാലത്ത് നല്ല രീതിയിൽ ഉപഭോഗം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കൺസ്യൂമർ വെള്ളം എടുക്കുന്നില്ല. ഇതിന്റെ റീസൺ എന്തുവാണെന്നുള്ളത് കൃത്യമായിട്ട് മീറ്റർ റീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. ചിലപ്പം ഞാനിപ്പം എന്റെ സെക്ഷൻ ഓഫീസ് ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ടാണ് 100 എന്ന് വെച്ചത്. എനിക്ക് ഇതിന്റെ അകത്ത് 150, 200, 300, 500, 1000 വരെയൊക്കെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ വാല്യൂ ഈ ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഡേറ്റ റൂട്ട് അടിസ്ഥാനത്തിൽ മീറ്റർ റീഡറിനോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കൺസ്യൂമറിന് ഈ ഡേറ്റ ഡബിൾ ക്ലിക്ക് ചെയ്ത ഈ ഡേറ്റ കിട്ടും, ഈ കണക്ഷൻ എന്തുകൊണ്ട് വെള്ളമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. സെക്ഷൻ ഓഫീസിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റവന്യൂ മോണിറ്റർ ചെയ്യേണ്ട ഒരു പാരാമീറ്റർ ആണ്. ഈ പാരാമീറ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന പോലെ വളരെ കൂടുതൽ കൺസംഷൻ ഉണ്ടാവുകയും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കൺസംഷൻ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നത്. ചിലതൊക്കെ വീട് അടച്ചു പോയതോ അല്ലെങ്കിൽ നിലവില് ആളൊഴിഞ്ഞു പോയതോ താമസം ഇല്ലാത്തതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ വരാം. പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ആ ഡേറ്റ കൃത്യമായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ മീറ്റർ റീഡർ മാത്രമായിരിക്കും. അതിന് മീറ്റർ റീഡറിനോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, ഈ വീട് ആളില്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ആണോ, അല്ലാത്ത പക്ഷെ എന്തുകൊണ്ട് ഇതിന്റെ റീഡിങ്ങും അറിയുന്നില്ല എന്നുള്ളത്. പലപ്പോഴും ഇത് ഫോൾട്ടി ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ഡേറ്റയ്ക്കകത്തുനിന്ന് ഒരു ഡേറ്റ, ഈ ഷീറ്റിന്റെ അകത്തുനിന്ന് ഒരു ഡേറ്റയും കൂടി നമുക്ക് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ അകത്ത് ഓരോ റീഡിംഗ് ഡേറ്റും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കണക്ഷൻസിൽ എത്ര എണ്ണം കഴിഞ്ഞ 2 മാസമായിട്ട് ബില്ല് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിന്റെ അകത്ത് മറ്റൊരു ഓപ്ഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബിൽഡ് റൂട്ട്സ് ഡേറ്റ. ബിൽഡ് റൂട്ട്സ് ഡേറ്റ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ ലിങ്കിൽ തന്നെ ബിൽഡ് റൂട്ട്സ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. ഈ പേജിന്റെ അകത്ത് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് റൂട്ട്സ് ഡേറ്റയുടെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ടെംപ്ലേറ്റ് എങ്ങനെയാണ് നമുക്ക് അബാക്കസിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ആ ഡേറ്റയും അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഡേറ്റയും, അതായത് ഫസ്റ്റ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടും ഈ ഡേറ്റയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ് നമുക്ക് ഇനി വേണ്ടുന്നത്. അന്നേരം ബിൽഡ് റൂട്ട്സ് ഡേറ്റ എങ്ങനെയാണ് അബാക്കസിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ അകത്ത് സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സൂപ്പർവൈസറി ഫംഗ്ഷന്റെ അകത്ത് മോണിറ്ററിംഗിന്റെ അകത്ത് ബിൽഡ് റൂട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബിൽഡ് റൂട്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മന്ത് വൈസും ഡേറ്റ് വൈസും നമുക്ക് 2 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഇതിനകത്ത് മന്ത് വൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ അകത്ത് മാസം സെലക്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഇതിന്റെ അകത്ത് എനിക്കിപ്പം ഞാൻ ഒക്ടോബർ നവംബറിലെ ഡേറ്റ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഒക്ടോബറിലെ ഡേറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ 2025 ഒക്ടോബർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ആ മാസം ബില്ല് ചെയ്ത ഫുള്ള് റൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫുൾ റൂട്ടുകൾ ഈ ഫുൾ ഡേറ്റ നമ്മൾ അടുത്തൊരു ഈ പ്രോഗ്രാമിന്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഡേറ്റ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നമ്മുടെ ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട്, ബിൽഡ് റൂട്ടിന്റെ ടെംപ്ലേറ്റ്. ആ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് എന്താണോ അവിടെ കിടക്കുന്നത് അതേ ഡേറ്റ കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി. അതായത് ഈ റൂട്ടിന്റെ അകത്തുനിന്ന് റൂട്ടിൻ നമ്പറോ മറ്റൊന്നും ചെയ്യരുത്. എന്താണോ അവിടെ കിടക്കുന്നത് അത് കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്തിടുക. അന്നേരം ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ട് ഈ ഫുൾ ഡേറ്റ കോപ്പി ചെയ്ത് ഈ ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാം. ഇത് 1 മാസത്തെ ഡേറ്റ. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തിൽ ഒരിക്കൽ എല്ലാ റൂട്ടുകളും ബില്ല് ചെയ്തിരിക്കണമെന്നാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒക്ടോബറിൽ സെലക്ട് ചെയ്തു. ഞാൻ ഇനി നവംബർ 2025 നവംബർ എന്ന് പറഞ്ഞൊരു ഡേറ്റ എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും മറ്റൊരു ഡേറ്റ വരും. ഈ ഡേറ്റയും കൂടി ഇതിന്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു.
അന്നേരം ഇതിന്റെ താഴെ നവംബർ ഡേറ്റ ഞാൻ ആഡ് ചെയ്യുന്നു. അന്നേരം ഏകദേശം 426 റൂട്ടുകളാണ് കഴിഞ്ഞ 2 മാസമായിട്ട് ബില്ല് ചെയ്ത് പോയേക്കുന്നത്. ഈ ഡേറ്റ ഞാനൊന്ന് സേവ് ചെയ്യുന്നു. ഈ ഡേറ്റ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അകത്ത് കൊടുക്കുവാണ്. അതിന്റെ അകത്ത് ഈ സൂപ്പർവൈസറി ഫംഗ്ഷൻ ഈ ഭാഗത്ത് ഇത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. സൂപ്പർവൈസറി ഫംഗ്ഷൻ മോണിറ്ററിംഗ് ബിൽഡ് റൂട്ട്സിന്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മന്ത് വൈസുള്ള ഡേറ്റ 2 മാസത്തത് ഈ ടെംപ്ലേറ്റിന്റെ അകത്ത് ഈ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ടെംപ്ലേറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്രൗസ് ചെയ്യുക. ഈ ഡേറ്റ ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട്. ബിൽഡ് റൂട്ട് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ കുറച്ചു മുമ്പേ നമ്മൾ എടുത്ത അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഡേറ്റ ഒക്ടോബർ ഡേറ്റ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഫസ്റ്റ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് ഈ ഒക്ടോബർ ഡേറ്റ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഞാൻ മെർജ് ചെയ്യുന്നു. കുറച്ച് സമയമെടുക്കും. അന്നേരം ബിൽ ഡേറ്റ്സ് മെർജ് ചെയ്ത് കിട്ടി. അന്നേരം ഓരോ റൂട്ടിന്റെയും ഏറ്റവും അവസാനത്തെ വാല്യൂ ചെക്ക് ചെയ്താൽ മതി. ഏതൊക്കെ സമയത്താണ് ഇത് ബില്ല് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ ഓരോ റൂട്ട് എന്നാണ് ബില്ല് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ ഡേറ്റ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അന്നേരം ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മീറ്റർ റീഡറിന്റെ അഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കൺസ്യൂമറിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഓരോ ബിൽ ഡേറ്റയാണ് വരുന്നത്. ഈ ഡേറ്റ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡായി. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ എന്താണോ നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത് ആ പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് ഏറ്റവും അവസാനം ബില്ല് ചെയ്തേക്കുന്ന റൂട്ട് വൈസ് ബില്ല് ചെയ്തേക്കുന്ന 2 മാസത്തെ ഡേറ്റയാണ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമ്മുടെ അനാലിസിസ് പാർട്ട് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ല് ചെയ്യാത്ത റൂട്ടുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ് പാർട്ട്. അന്നേരം അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ബ്ലാങ്ക് വാല്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. നോക്കിയപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ബ്ലാങ്ക് വാല്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് റൂട്ട് 11 എന്ന് പറയുന്നത് 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്തിട്ടില്ല. റൂട്ട് 17 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്തിട്ടില്ല. റൂട്ട് 18 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്തിട്ടില്ല. റൂട്ട് 23 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഞാൻ പിവറ്റ് ടേബിൾ ഉപയോഗിക്കുന്നു. വീണ്ടും ഇതിനെ മൊത്തം പിവറ്റ് ചെയ്യുന്നു. ഈ മീറ്റർ റീഡേഴ്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ റോ ലേബലിലോട്ട് കൊണ്ടുപോകുന്നു. ഈ പറയുന്ന ഡിസ്കണക്ഷൻ ഡേറ്റ്, അതായത് ഡിസ്കണക്ഷൻ ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈവ് കണക്ഷൻസിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ മീറ്റർ റീഡ് കൺസ്യൂമറിന്റെ എണ്ണത്തിന് ഞാൻ വാല്യൂയിലോട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ അകത്ത് ടൈപ്പ് ആയിട്ടുള്ള കണക്ഷൻസിന്റെ എണ്ണം കിട്ടുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബിൽ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ബിൽ ഡേറ്റിനെ ഞാൻ വീണ്ടും ഫിൽട്ടർ പാരാമീറ്ററിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ഫിൽട്ടർ പാരാമീറ്ററിന്റെ അകത്ത് ബിൽ ഡേറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള കണക്ഷന്റെ എണ്ണം എടുക്കുന്നു. 1131 കണക്ഷൻസ് കഴിഞ്ഞ 2 മാസം, അതായത് ഒക്ടോബർ നവംബർ മാസത്തിലിടയ്ക്ക് ബില്ല് ചെയ്തിട്ടില്ല. ഇത് ഏതൊക്കെ റൂട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് പാരാമീറ്ററിനെ എടുത്ത് മീറ്റർ റീഡറിന്റെ അണ്ടറിലോട്ട് കീപ്പ് ചെയ്യുന്നു. ഇതാണ് ഓരോ കണക്ഷൻസും ബില്ല് ചെയ്യാത്ത ഓരോ കണക്ഷൻസിന്റെയും ഡേറ്റാസ് ഇതാണ്. ഇത് കൃത്യമായിട്ടും മീറ്റർ റീഡേഴ്സിനോട് ചിലർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചിലർ ഇത് അറിയാതെ ചെയ്യുന്നതാവാം. എന്തുവാന്നേലും 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്യാത്ത റൂട്ടുകൾ ഇന്നതാണെന്നും ഇതിന്റെ അകത്ത് ഈ 1, 2 എന്നൊക്കെ കിടക്കുന്നത് പലപ്പോഴും മീറ്റർ റീഡർ പോലും അറിയുന്നുണ്ടാവില്ല ഈ പേരിൽ ഇങ്ങനെ ഒരു കണക്ഷൻ എന്റെ അണ്ടറിലുണ്ട് എന്നുള്ളത്. അന്നേരം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഡേറ്റ എന്തുവാണെന്നുള്ളത് മനസ്സിലാക്കുക, ഇതിന്റെ അഡ്രസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ അഡ്രസ്സിൽ ഏത് റൂട്ടിനകത്താണ് വരുന്നത് എന്നുള്ളത് കറസ്പോണ്ടിങ് മീറ്റർ റീഡറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റർ റീഡറിന് കൃത്യമായിട്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റും. കൃത്യമായിട്ടും ആ പർട്ടിക്കുലർ റൂട്ടിലോട്ട് ഇങ്ങനെ വന്നേക്കുന്ന എല്ലാ കണക്ഷൻസിനെയും മാറ്റുക. അപ്പോൾ ഫണ്ടമെന്റലി റവന്യൂ മോണിറ്ററിംഗിന്റെ ഈ പോർഷനിൽ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണക്ഷൻസും ലൈവ് കണക്ഷൻസും ബില്ല് 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ ഓരോ മീറ്റർ റീഡേഴ്സിന്റെയും അരിയർ വാല്യൂ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അവർ ഓരോ റൂട്ടിലും ഏതെങ്കിലും രീതിയിലുള്ള അരിയറിന്റെ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റീസൺസ് എന്തുവാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒട്ടനേകം ഡേറ്റ നമുക്ക് ഈ ഒരൊറ്റ റീഡിംഗ് ഷീറ്റിന്റെ ഡേറ്റയിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇത്രയും വലിയൊരു റീഡിംഗ് ഷീറ്റിന്റെ ഒരു പ്രോസസ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഡേറ്റാസിനൊപ്പം അതായത് മൊത്തം റീഡിംഗ് ഷീറ്റും കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡേറ്റ വന്നേക്കുന്നത്. എനിക്കിതിപ്പം ഒക്ടോബർ മാസത്തെ ഡേറ്റയാണ്. ഒക്ടോബർ മാസത്തെ എല്ലാ റീഡിങ്ങിലും പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റീഡിംഗ് ഷീറ്റ് എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഡേറ്റ കിട്ടിയത്. ഇതുപോലെ തന്നെ ഞാൻ നവംബർ മാസത്തിലെ എല്ലാ
റീഡിങ്ങുകളും അരിയർ ലിസ്റ്റ് എടുത്തു, റീഡിംഗ് ഷീറ്റ് എടുത്തു, ഈ പറയുന്ന BPL ലിസ്റ്റും റൂട്ട് ലിസ്റ്റും എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സിമിലർലി മറ്റൊരു ഡാറ്റ എനിക്ക് കിട്ടും. ഈ 2 മാസത്തെ ഫൈനൽ റീഡിംഗ് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മാസത്തെ കൺസംഷൻ, ഒരു മീറ്റർ റീഡറിന്റെ ഒരു കൺസ്യൂമറിന്റെ കൺസംഷൻ എത്രയാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസേജ് കമ്പാരിസൺ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ടാബ് ഇതിന്റെ തൊട്ട് താഴെയായിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2 മാസത്തെ റിപ്പോർട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അന്നേരം പ്രീവിയസ് മന്ത് റിപ്പോർട്ട് ഞാൻ ഇവിടെ എന്റെ ഒക്ടോബർ ഡേറ്റ കൊടുക്കുന്നു, ഇവിടെ എന്റെ നവംബർ ഡേറ്റ കൊടുക്കുന്നു. ഓപ്പൺ. ഈ 2 ഡേറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ യൂസേജ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓരോ കൺസ്യൂമേഴ്സിന്റെയും കൺസംഷൻ എത്രയാണെന്നുള്ള യൂസേജ് എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ കോളം ഇവിടെ എൻ്റർ ആവും. എന്നിട്ട് ആ കൺസ്യൂമേഴ്സിന്റെ കൺസംഷൻ ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓരോ കൺസ്യൂമേഴ്സും ഏകദേശം എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡേറ്റ വാല്യൂ ആണ് ഇത്. ഫുൾ ഡേറ്റ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് അനാലിസിസ് നടത്തിയ ഒരു ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അതിലോട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഈ യൂസേജ് വെച്ചിട്ടുള്ള റിപ്പോർട്ടാണിത്. ഈ ഡേറ്റയ്ക്കകത്ത് ഒരുപാട് അനാലിസിസ് നമുക്ക് വീണ്ടും സാധിക്കും. അതിൻ്റെ അകത്ത് എന്തൊക്കെ അനാലിസിസ് ആണ് വരുന്നത് എന്നുള്ളത് എന്തൊക്കെ അനാലിസിസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓരോ പഞ്ചായത്തിലും ഓരോ റൂട്ടിലും ഒരു KPU എന്ന് പറഞ്ഞ എൻ്റെ ഒരു പഞ്ചായത്താണ്. ആ ഓരോ പഞ്ചായത്തിലും ഓരോ റൂട്ടിലും എത്ര യൂണിറ്റ് കൺസംഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കിതൊരു പൈ ചാർട്ട് ആയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ളത് എന്നുള്ളത് എനിക്ക് വളരെ വൃത്തിയായിട്ട് അറിയാൻ പറ്റും ഈ ഡേറ്റ. സിമിലർലി അഞ്ചൽ പഞ്ചായത്ത്, ANC എന്ന് പറഞ്ഞ അഞ്ചൽ പഞ്ചായത്തിൽ ഓരോ റൂട്ടിലുള്ള കൺസംഷന്റെ വാല്യൂ എനിക്ക് അറിയാൻ പറ്റും. CPT എന്ന് പറഞ്ഞ ചണ്ണപ്പട്ടി എന്ന് പറഞ്ഞ ചണ്ണപ്പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ഓരോ റൂട്ടിലുള്ള കൺസംഷന്റെ വാല്യൂ എനിക്ക് അറിയാൻ പറ്റും. ഏരൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഓരോ റൂട്ടിലുള്ള കൺസംഷന്റെ വാല്യൂ അറിയാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇത് ടോട്ടൽ ഇപ്പം ഒരു സ്കീമാണെന്ന് വിചാരിക്കാം. ഇപ്പം എനിക്ക് ഒരു സ്കീമിന്റെ അകത്ത് ഈ ഓരോ പഞ്ചായത്തിന്റെയും കൺസംഷന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ വാല്യൂ ആണ് ഞാൻ ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സിമിലർലി BPL ഉപഭോക്താക്കളുടെ കൺസംഷൻ എത്രയാണ് പഞ്ചായത്ത് തിരിച്ച് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം എന്റെ സെക്ഷനിൽ മൊത്തം 28% വെള്ളം ഉപയോഗിക്കുന്നത് BPL ഉപഭോക്താക്കളാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മീറ്റർ റീഡറിന് അഗൻസ്റ്റ് ആയിട്ട് സിമിലർലി കൺസംഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ പറ്റും. ഇതേ വാല്യൂ ആക്ച്വലി നമ്മുടെ അബാക്കസിന്റെ അകത്തുണ്ട്. ആ വാല്യൂ ഇതുമായിട്ടുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അന്നേരം ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് ഈ റീസെന്റ് ഞാൻ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ആക്ച്വലി ഈ പാരാമീറ്റർ എന്തുവാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിന്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ്, അതായത് മീറ്റർ റീഡേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ലൈവ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ എണ്ണം എടുക്കുന്നു. അതിന്റെ അകത്തുനിന്ന് 2025 BPL എനേബിൾ ചെയ്തേക്കുന്ന കൺസ്യൂമേഴ്സിന്റെ എണ്ണം എടുക്കുന്നു. ഇതിന്റെ അകത്ത് കൺസംഷൻ കൃത്യം 30 യൂണിറ്റ് വന്നേക്കുന്ന കൺസ്യൂമേഴ്സിന്റെ എണ്ണം എടുക്കുന്നു. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായി.
കാരണം എൻ്റെ ഓഫീസിൽ ഒരു മീറ്റർ കംപ്ലൈന്റ് ആയപ്പോൾ, ഒരു കൺസ്യൂമറിന്റെ മീറ്റർ കംപ്ലൈന്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ആ മീറ്റർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അവസാനമായിട്ട് DCBയിൽ കിടക്കുന്ന, അതായത് അബാക്കസി കിടക്കുന്ന റീഡിങ്ങുമായിട്ട് വലിയൊരു വ്യത്യാസം വന്നേക്കുന്നു. അന്നേരം ഈ വലിയ വ്യത്യാസം വന്നപ്പം ഞങ്ങൾക്ക് ഇത് എന്തോ ഇങ്ങനെ വന്നേക്കുന്നതെന്നുള്ള മീറ്റർ റീഡറിനോട് ചോദിച്ചപ്പോൾ മീറ്റർ റീഡർ പറഞ്ഞത് അത് പൊട്ടി ഇത്രയും വെള്ളം പോയതാണെന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നോക്കി ഇതിന്റെ ലെഡ്ജർ നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ടോട്ടലി എപ്പോഴും കൺസ്യൂമറിന് 30 യൂണിറ്റ് വീതം കൊടുത്തോണ്ടിരിക്കുക. BPL എനേബിൾഡ് ആയതുകൊണ്ട് 30 യൂണിറ്റ് വരെ ഇവർക്ക് ഫ്രീ ആവും. 31 യൂണിറ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ ഇവരെ പൈസ അടയ്ക്കാൻ നിർബന്ധിതരാകും. ഓഫീസിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇത് നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ് ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്തും പലപ്പോഴും പലരും ഈ ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഒരു റീഡിംഗ് എടുത്തു വെച്ച്, ഈ 17 റീഡിംഗ് എടുത്തു വെച്ച് ഈ ഓരോ കൺസ്യൂമേഴ്സിന്റെ ഫുൾ ഡേറ്റ നമുക്ക് കിട്ടും. ഈ കൺസ്യൂമേഴ്സിന്റെ ഓരോരുത്തരുടെയും റീഡിംഗ് എടുത്തു വെച്ച് ഞാൻ പോയപ്പം എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ലെവലില് ഇതിന്റെ അകത്ത് കൃത്രിമം ചെയ്തതായിട്ട് എനിക്ക് ഒരു തോന്നലുണ്ടായി. അന്നേരം ഇത് അന്ന് തന്നെ ഞാൻ AXCM വിളിച്ചുകൊണ്ടാണ് സൈറ്റിൽ പോയത്. ഇത് വളരെ വാൺ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇതുപോലെ ഒട്ടനേകം രീതിയിലുള്ള അനാലിസിസ് ഈ ഒരു റീഡിംഗ് ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൺസംഷന്റെ ഷീറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്രയും ഡേറ്റാസ് ആണ് നമ്മൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഉദ്ദേശിച്ചേക്കുന്നത്, ഈ ഒരു ഡേറ്റ അനാലിസിസിൽ നിന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ബേസിക്കലി ഈ ഡേറ്റാസ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തു പോയി. ഈ ഡേറ്റാസ് മെൻഷൻ ചെയ്തു. BPL ലിസ്റ്റും ഏരിയ കോഡിന്റെ അകത്ത് ഈ പറയുന്ന ഡേറ്റാസ് എങ്ങനെ കിട്ടുന്നതെന്നുള്ളതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നോൺ ബിൽഡ് റൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് കുറച്ചു മുമ്പേ നമ്മൾ ബില്ല് ചെയ്ത റൂട്ടിന്റെ ഡേറ്റാസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഡേറ്റാസ് ആണ് കുറച്ചുകൂടി, അതായത് ബില്ല് ചെയ്യാത്ത കണക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, 2 മാസത്തിലേക്ക് ബില്ല് ചെയ്യാത്ത കണക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടി. അന്നേരം ഈ വാല്യൂ ആണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് ഓരോന്ന് ഏത് റൂട്ടിലാണെന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഓരോ കണക്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തി ഇതിനെ ബില്ല് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റൂട്ടിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ പറയുന്ന മൾട്ടി വില്ലേജ് സ്കീം മോണിറ്ററിംഗ്, അതായത് ഓരോ സ്കീമിലും എത്ര കൺസംഷൻ ഉണ്ട്, ഓരോ റൂട്ടിലും എത്ര കൺസംഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ബേസിസിൽ, അതായത് കാറ്റഗറി ബേസിസിലുള്ള നമുക്ക് കൺസംഷൻ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നോൺ BPLന്റെ കൺസംഷൻ ഡേറ്റാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരേ അറിയലിലും ഡിഫറെന്റ് കൺസംഷൻ ഉള്ള ഒരു വാല്യൂ. ഇതും മറ്റൊരു ഡേറ്റ ആയിരുന്നു. അതായത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റൊരു അനാലിസിസ് ആയിരുന്നു ഇത്. ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത്. ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ്, ഈ ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് വന്നേക്കുന്ന കണക്ഷൻസ് ഉണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BPL കൺസ്യൂമേഴ്സിന് വെള്ളം അടയ്ക്കാത്ത അല്ലെങ്കിൽ പൈസ അടയ്ക്കാത്ത കൺസ്യൂമേഴ്സ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവിടെ ഒന്നുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് അങ്ങനെ അല്ല. മീറ്റർ റീഡേഴ്സിന്റെ എണ്ണം ഞാൻ എടുക്കുന്നു, കൺസ്യൂമേഴ്സിന്റെ എണ്ണം ഞാൻ കൊടുക്കുന്നു, ഡിസ്കണക്ഷൻ ചെയ്യാത്ത കൺസ്യൂമേഴ്സിന്റെ എണ്ണം, ബ്ലാങ്ക് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ എണ്ണം ഞാൻ എടുക്കുന്നു. ഇതിന്റെ അകത്ത് 100 യൂണിറ്റിന് മുകളിൽ കൺസംഷൻ ഉള്ള കൺസ്യൂമേഴ്സിന്റെ എണ്ണം ഞാൻ എടുക്കുന്നു, ട്രൂ വാല്യൂ കൊടുക്കുന്നു. അന്നേരം നമ്മൾ 9403 കിട്ടി. ഇതിന്റെ അകത്ത് BPLന്റെ വാല്യൂ 2025 BPL വാല്യൂ എനേബിൾ ഇല്ലാത്ത, അതായത് APL ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എടുക്കുന്നു. 6803 പേര് BPL എനേബിൾഡ് ആണ്. ഇതിന്റെ അകത്ത് പേയ്മെന്റ് അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നു. ബ്ലാങ്ക്. ഇത്രയും പേരും BPL പുതുക്കാത്ത എന്നാൽ നല്ലതുപോലെ വെള്ളം ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റിക്ക് പേയ്മെന്റ് അടയ്ക്കാത്ത ആൾക്കാരാണ്. ഈ വാല്യൂ എന്തുവാണ് ഇത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ കണ്ടപ്പോൾ ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ഡേറ്റാസ് ഓരോ കൺസ്യൂമേഴ്സിനും, ഓരോ മീറ്റർ റീഡേഴ്സിനെ എഗൻസ്റ്റ് പോലും 10, 50, 60 യൂണിറ്റ് ഒക്കെ പേരൊക്കെ ഉണ്ട്. അന്നേരം ഈ മീറ്റർ റീഡേഴ്സ് പലപ്പോഴും ഇത് കൺവേ പോലും ചെയ്യുന്നില്ല. അതായത് നല്ലപോലെ വെള്ളം എടുക്കുന്ന ആൾക്കാർ പോലും പേയ്മെന്റ് ഒരു പ്രാവശ്യം പോലും അടയ്ക്കാത്ത കൺസ്യൂമേഴ്സ് വരെ നമ്മുടെ ഈ DCBക്കകത്തുണ്ട്. അങ്ങനെ വളരെ എനിക്ക് ഞെട്ടലോടുകൂടി കണ്ട ഒരു കാര്യമായിരുന്നു ഇത്. 300, 320, 200 യൂണിറ്റ് ഒക്കെ എടുത്ത കൺസ്യൂമേഴ്സ് പോലും വെള്ളം പേയ്മെന്റ് അടയ്ക്കുന്നില്ല. വാട്ടർ അതോറിറ്റിക്ക് പേയ്മെന്റ് അടയ്ക്കാത്ത, പേയ്മെന്റ് ഇല്ലാത്ത, പേയ്മെന്റ് ഹിസ്റ്ററി ഇല്ലാത്ത കൺസ്യൂമേഴ്സ്. ഇതിൽ കുറച്ചു പേരൊക്കെ BPL 1 വർഷം പുതുക്കാത്ത ആൾക്കാരാണ്. ഇവരെയൊക്കെ പരമാവധി കൺവിൻസ് ചെയ്ത്
നമ്മുടെ പേയ്മെന്റ് അടയ്ക്കുന്നതിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയുള്ള ഏറ്റവും അവസാനത്തെ ഒരു പോർഷനാണ് DCB. DCBക്കകത്ത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രം ചെയ്യുക, ഈ ഒരു പോർഷൻ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ അകത്ത് PIC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. PIC എന്ന് പറഞ്ഞ ഓപ്ഷന്റെ അകത്ത് മന്ത്ലി വാല്യൂ ആണ്. ഒരു മാസം നമ്മൾ 100 കണക്ഷൻ ഉണ്ട് നമ്മുടെ ഓഫീസിന്റെ പരിധിയിൽ നിന്നിരിക്കട്ടെ. ഇതിന്റെ അകത്ത് 50 കണക്ഷനാണ് നമ്മൾ റീഡിങ് ഒരു മാസം എടുക്കുന്നത്. അതായത് ബൈ മന്ത്ലി വെച്ച് വരുമ്പോഴത്തേക്ക് ഒരു മാസം 50% കണക്ഷൻസ് എടുക്കും അപ്രോക്സിമേറ്റ്ലി. ഈ മന്ത്ലി കൺസംഷന്റെ ഒരു കൺസ്യൂമേഴ്സിന്റെ 2 മാസത്തെ ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഈ PICയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം 50% കൺസ്യൂമേഴ്സിന്റെ ഒരു മാസത്തെ ഡാറ്റ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അന്നേരം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെ സ്കീമിലെ ടോട്ടൽ അതായത് ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെള്ളമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ PIC വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കാവൂ. കാരണം ഇത് മന്ത്ലി വാല്യൂ ആണ്. ഈ ഒരു മാസം നമുക്ക് എത്ര ഇതിന്റെ 2 ടൈംസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്ന ബില്ല് ചെയ്തേക്കുന്ന വാട്ടർ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ മീറ്റർ പോളിസിയാണ്. ഈ മീറ്റർ പോളിസി ഡിസ്കസ് ചെയ്യാൻ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും വർഷങ്ങളായിട്ട് മീറ്റർ ഓടാത്ത കേസസ് ഒക്കെ കുറച്ചു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു. അനാലിസിസ് ചെയ്തപ്പോൾ കണ്ടു. ഇതിനെ നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഈ ഒരു ഇത്തരത്തിൽ വന്നേക്കുന്ന നോൺ റെവന്യൂ വാട്ടർ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഇതിന് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഡറാണ് 2021 നമുക്ക് അന്നത്തെ ഇരുന്ന MD ശ്രീ വെങ്കടേശ്വരി സാറ് ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് പ്രകാരം നമുക്ക് ഈ മീറ്റർ എവിടേക്കാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രത്യേക ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രെമിസസിനകത്ത് ബിൽഡിങ്ങിന്റെ പുറത്തായിരിക്കണം, അത് ബൗണ്ടറിക്ക് 2 മീറ്റർ അകത്തായിരിക്കണം. മീറ്റർ നമുക്കൊരു ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് താഴെ വെക്കാൻ പാടില്ല. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ലൈസൻസ്ഡ് പ്ലംബേഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ റിമൂവ് ചെയ്ത് മെയിൻ്റനൻസ് നടത്താവൂ. ഇതിൻ്റെ അകത്ത് പ്രഷർ ലീക്കും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷേപ്പിൽ, അതായത് ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ നമ്മൾ എപ്പോഴും ഒരു ഷേപ്പിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ എയർ കയറി കറങ്ങാനും അതുമല്ല എന്നുണ്ടെങ്കിൽ മീറ്റർ കേടാവാനും, വെള്ളം ഇല്ലാതെ മീറ്റർ കേടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ബോർഡറിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന മറ്റൊരു പാരാമീറ്റർ ആണ് 7 വർഷത്തിലൊരിക്കൽ എല്ലാ മീറ്റേഴ്സും റീപ്ലേസ് ചെയ്തിരിക്കണം. 2021 MDയുടെ ഓർഡർ പ്രകാരം 7 വർഷത്തിലൊരിക്കൽ എല്ലാ മീറ്റേഴ്സും റീപ്ലേസ് ചെയ്തിരിക്കണം, ഇറസ്പെക്റ്റീവ് വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട്. അത് ആ ഓർഡർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓർഡർ മീറ്റർ പോളിസി, ഈ ഓർഡർ ആണിത്. ആ ഓർഡറിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് റീപ്ലേസ്മെന്റ് ഓഫ് വാട്ടർ മീറ്റർ. അറ്റ് പ്രസന്റ് വാട്ടർ മീറ്റർ റീപ്ലേസ് ബൈ ദ കൺസ്യൂമേഴ്സ്. ഇതിന്റെ അകത്ത് a typical policy preventive maintenance in the aspect is to replace the water meter every 7th year irrespective of the fact that water meter is working or not. ഈ ഒരു പാരാമീറ്റർ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്താൽ മാത്രമേ കുറച്ചു മുമ്പേ നമ്മൾ കണ്ടതുപോലെ വർഷങ്ങളായിട്ട് ഓടാത്ത മീറ്റേഴ്സിനെയൊക്കെ നമുക്കൊന്ന് കുറെയെങ്കിലും ഒക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ അകത്ത് കൺസ്യൂമർ വില്ലിംഗ് അല്ല എങ്കിൽ, if the working or not, KWA shall service the notice to the consumer in such cases and the consumer should replace the water meter at his own cost. If the consumer is not willing to replace the water meter, the replacement shall be done by KWA with the cost to the consumer. അതായത് KWAക്ക് ഇത് റീപ്ലേസ് ചെയ്യുകയും ഇത് മീറ്റർ കൺസ്യൂമറിന്റെ ബില്ലിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽസ് ഒരു റവന്യൂ പെർസ്പെക്റ്റീവിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു മീറ്റർ ഇച്ചിരി എക്സ്റ്റെൻഡ് ആയിപ്പോയി, മീറ്റിംഗ് ഇത്തിരി എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ പരമാവധി നമ്മുടെ സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ വെച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനീഷാണേ.
യെസ്. സ്റ്റീഫ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ സർക്കുലേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓർഡേഴ്സ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഷെയർ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ ഓർഡേഴ്സ് എല്ലാം ഷെയർ ചെയ്യാം. OTS ഓർഡേഴ്സ് ഉണ്ട്, കുടുംബശ്രീയുടെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ട്, ലീക്കേജ് ബെനിഫിറ്റിന്റെ പുതുക്കിയ ഓർഡേഴ്സ് ഉണ്ട്, ഹിഡൻ ലീക്കേജിന്റെ ഓൾഡ് ഓർഡർ ഉണ്ട്, പിന്നെ മീറ്റർ പോളിസിയുടെ ഓർഡർ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇതിലിപ്പോ 7 വർഷമായിട്ട് മാറ്റാത്ത മീറ്ററുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാം? 7 വർഷമായിട്ട് മാറ്റാത്ത മീറ്റർ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് നിലവിൽ ഓപ്ഷൻ ഇല്ല. പക്ഷെ ആക്ച്വലി DB യൂണിറ്റിൽ നിന്നും ഇങ്ങനൊരു ഓപ്ഷനും കൂടി, അതായത് 7 വർഷമായിട്ട് 7 വർഷം മുമ്പ് മീറ്റർ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരാമീറ്റർ എവിടെയെങ്കിലും നമുക്കൊരു ഒരു ഒരു ടോട്ടൽ ലിസ്റ്റ് ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് വർക്ക് ചെയ്യാത്ത മീറ്റേഴ്സ്, ഇങ്ങനെ വർക്ക് ചെയ്യാത്ത വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാത്ത മീറ്റേഴ്സിന്റെ ഒരു കൗണ്ട് നമുക്ക് കിട്ടും. അത് അനലൈസ് ചെയ്ത് അവരെ ആദ്യം നമുക്ക് മാറ്റുക എന്നുള്ളതേ നമുക്ക് നിലവിൽ പറ്റത്തുള്ളൂ. പക്ഷെ അത്രയും തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. നിഖിൽ, ഹരിയാണ്. ഹലോ, കേൾക്കാം? സർ, കേൾക്കാം സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സ്റ്റീഫൻ. റവന്യൂവിന്റെ എല്ലാ മേഖലകളും കവർ ചെയ്തു. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ കൺസ്യൂമർ റിഡ്രസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഡേഴ്സിൽ നമുക്ക് 2/1/2026 ഒരു ഓർഡർ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് 2 പെർമനന്റ് റിഡ്രസൽ കംപ്ലൈന്റ് റിഡ്രസൽ കമ്മിറ്റീസ് രൂപീകരിച്ചിട്ടുണ്ട്, SC ലെവലിലും ഹെഡ് ഓഫീസ് ലെവലിലും. അതിൽ SC ലെവലിൽ പരിഗണിക്കുന്ന കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിൽ തീരുമാനമെടുത്ത കേസുകളിൽ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിൽ എതിർപ്പ് ഉന്നയിക്കുന്നോ ഉണ്ടെങ്കിൽ ആ പരാതികൾ SC ലെവൽ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. SC ലെവൽ കമ്മിറ്റിയിൽ SC, AO, E, പിന്നെ കൺസേൺഡ് ഡിവിഷനിലെ RO, ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. ആ കമ്മിറ്റി കുറച്ച് അധികാരങ്ങൾ കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റതിന് പുറമെ അതിൽ ഈ ലീഗ് ബെനിഫിറ്റിന്റെ കേസിലാണ് പ്രധാനമായും ഉള്ളത്. നമ്മൾ നേരത്തെ ലീഗ് ബെനിഫിറ്റിന്റെ നേരത്തെ സ്റ്റീവൻ പറഞ്ഞ ഓർഡറിൽ നമുക്ക് 6 മാസം വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നുണ്ട്, കൊടുക്കാനുള്ള പവേഴ്സ് അതിനുണ്ട്. പിന്നെ ND കണക്ഷൻസിലെ ലീഗ് ബെനിഫിറ്റ്, അത് എനിക്ക് തോന്നുന്നു കൂടുതലും ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെട്ടേ വരുള്ളൂ. അതിന് സിവറേജ് ചാർജസ് കൂടെ വരും. അപ്പൊ സിവറേജ് ചാർജസ് പഴയ ആവറേജ് വെച്ച് ലീഗ് ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ പഴയ ആവറേജ് വെച്ച് എടുത്താൽ മതി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കമ്മിറ്റിക്ക് 3 ലക്ഷം രൂപ വരെയുള്ള ഇത് വേവ് ചെയ്യാം. മറ്റത് ഈ ലെവലിലാണെങ്കിൽ 2 ലക്ഷമായിരുന്നു അല്ലേ സ്റ്റീഫൻ? 2 അപ്പൊ ഇത് SC ലെവലിലാണെങ്കിൽ 3 ലക്ഷം വരെ ഉള്ളത് ഒഴിവാക്കാം. അങ്ങനെ 1-2 ആ ഓർഡറോടെ ഞാൻ നിഖിലിന് ഷെയർ ചെയ്തേക്കാം, അതോടെ അതിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ബാക്കിയുള്ളവർ അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ചില കൺസ്യൂമേഴ്സിനെങ്കിലും നമുക്ക് ചില ഗ്രീവൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, ഓക്കെ. ഓക്കെ സർ. മറ്റ് ക്വറീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒറ്റപ്പാലം PH സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കുന്ന എഞ്ചിനീയർ രാകേഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ നമുക്ക് അബാക്കസ് ബില്ലിംഗ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കില് ക്ലാസ് എടുത്തത് PH സെക്ഷൻ മടത്തറ ശ്രീ സ്റ്റീഫൻ അലക്സാണ്ടർ സാറാണ്. അപ്പോ ഇതിൽ നമുക്ക് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ക്ലാസ് തന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ ലൈവ് കണക്ഷനും 2 മാസത്തിലൊരിക്കൽ ബില്ല് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമുക്കൊരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എക്സലും പൈത്തണും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ നല്ലൊരു അനാലിസിസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോ നമുക്ക് സെക്ഷനിൽ ഓരോ സെക്ഷനിലും ചെയ്തു നോക്കിയാൽ നമുക്ക് ഓരോ സെക്ഷന്റെയും ഓരോ റൂട്ടിലും എത്രത്തോളം ബില്ല് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര കണക്ഷൻ ബില്ല് ചെയ്യപ്പെടാത്തതുണ്ട്, ഇങ്ങനെ മീറ്ററുകൾ കേടായിട്ടും അനധികൃതമായിട്ട് അല്ലെങ്കിൽ മീറ്ററുകൾ മാറ്റാതെ വെള്ളം എടുക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും. അത് നമുക്ക് റവന്യൂ മീറ്റിങ്ങിലോ ഒക്കെ ഇപ്പൊ മീറ്റർ ഇടോടിനോട് ചോദിച്ച്
നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്കിപ്പോ ഈ അബാക്കസിന്റെ ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ലീഗ് ബെനിഫിറ്റ് ആയാലും ബില്ല് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമായാലും ഒക്കെ നമുക്ക് കൺസ്യൂമറിനെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ പല സംശയങ്ങളും വരാറുണ്ട്. അപ്പൊ അതൊക്കെ ദൂരീകരിക്കുക, ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ക്ലാസ് എടുത്ത ശ്രീ സ്റ്റീഫൻ അലക്സാണ്ടർ സാറിന് എന്റെ പേരിലും എഫ്കോ ടെക് ഡ്രോപ്സിന്റെ പേരിലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഓക്കെ, പിന്നെ ഒരു കേസ് ഇതിന്റെ അകത്ത് പറയാനുള്ളത്, ആക്ച്വലി ഇതിന്റെ അകത്ത് ഈ ഡേറ്റ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആക്ച്വലി ബാക്ക് എൻഡിൽ നമുക്ക് ഹെഡ് ഓഫീസ് ലെവലിൽ ഇത് ചെയ്യാൻ പറ്റും. കാരണം ഹെഡ് ഓഫീസ് ലെവലില് സോഹോയുടെ ഒക്കെ ഇതുണ്ട്, സോഹോയ്ക്ക് നമുക്ക് ആക്സസ് ഒക്കെ ഉണ്ട്. അന്നേരം അതിന്റെ അകത്ത് ഞാൻ ഒരു റഫായിട്ട്, ഇതെനിക്ക് ആക്ച്വലി ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, റഫായിട്ട് എനിക്കൊന്ന് ചെയ്തു നോക്കിയപ്പം ഇത്രയൊക്കെ ഡേറ്റാസ്, ഡാഷ്ബോർഡ് ഡേറ്റാസ് ഒക്കെ റൈറ്റ് അവേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് സെക്ഷൻ ഓഫീസിൽ ഓരോ ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഇപ്പൊ എക്സലിലോ മറ്റ് ഡേറ്റാസിലോ ഒക്കെ കാണിച്ച ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ എടുത്ത ഡേറ്റാസ് വളരെ കൃത്യമായിട്ടും ഹെഡ് ഓഫീസ് ലെവലില് നമുക്ക് ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്. ആക്ച്വലി അത് ഹെഡ് ഓഫീസ് ലെവലിൽ നമുക്ക് റവന്യൂ RMCയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പം ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ കമ്പൈൻ ചെയ്തെടുത്ത ഡേറ്റ റൈറ്റ് അവേ ഹെഡ് ഓഫീസിന്റെ ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് ഇത് കണ്ടെത്തി ഇത് കൊണ്ടുവരാൻ പറ്റും. Okay, thank you, Stephen. Okay, thanks. Thank you all. Thank you.